നമ്മളിന്ന് നൈൽ ഗ്രീൻ്റെ ഇൻട്രൊഡക്ടറി സീരീസിലെ പുസ്തകത്തിനെ കുറിച്ചിട്ട് നൈൽ ഗ്രീനെ കുറിച്ചിട്ടുള്ള പുസ്തകത്തെക്കുറിച്ചിട്ടുള്ള ഒരു ചർച്ചയാണ് ഇവിടെ ഉള്ളത്. ശരിക്കും ഇതിലെ ഫോക്കസ് ആയിട്ടുള്ളത് ഇത് എഴുതിയ ആളും ഇത് പൂർണ്ണമായി വായിച്ച് അതിനെ വിശകലനം ചെയ്ത ആളുമാണ്. അപ്പം ഞാൻ ഇവരിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളുടെ ഈ ചർച്ചയുടെ ഒരു ഫ്രെയിം വർക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. നമ്മളിന്ന് സംസാരിക്കുന്ന പുസ്തകം ഒരു ചരിത്ര പുസ്തകമാണ്, ഒരു ചരിത്രകാരനെ കുറിച്ചിട്ടുള്ള പുസ്തകമാണ്. അപ്പോൾ ഹിസ്റ്റോറിയനെ കുറിച്ചിട്ട് നമുക്കുള്ള ഒരു ധാരണ തിരുത്തുന്ന ഒരു ധാരണ ഈ അടുത്ത കാലത്ത് ഞാൻ ഒരു പുസ്തകത്തിൽ നിന്ന് വായിക്കുകയുണ്ടായി. ബോർഹെസ് ലോകത്ത് നിന്ന് ഉള്ള ഒരു വലിയ വായനക്കാരിൽ ഒരാളാണ് ബോർഹെസ്. അപ്പോൾ അദ്ദേഹം ഒരു ഓസ്വാൾഡോ ഫെരാരിയുമായിട്ടുള്ള ഒരു സംഭാഷണത്തിലൂടെ അതിൻ്റെ സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഹിസ്റ്റോറിയൻ എന്ന് പറയുന്നത് ഒരു റിട്രോസ്പെക്റ്റീവ് പ്രൊഫറ്റാണ്. ഹീ പ്രെഡിക്ട്സ് വാട്ട് ഹാസ് ഓൾറെഡി ഹാപ്പൻഡ്. കഴിഞ്ഞു പോയത് പ്രവചിക്കുന്ന ആളാണ്. അപ്പോൾ ഇതിലൊരു വൈരുദ്ധ്യം ഉണ്ടല്ലോ, കഴിഞ്ഞു പോയത് എന്തിനാണ് പ്രവചിക്കുന്നത് എന്നുള്ള ഈ ടൈം എന്ന് പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞു പോയ കാലത്തിനെ പ്രസൻറ്റിനും ഫ്യൂച്ചറിനും മുമ്പിൽ നിർത്തുക എന്നുള്ള ഒരു പണിയാണ് ഹിസ്റ്റോറിയൻ എടുക്കുന്നത്. അപ്പോൾ അതൊരാശയമാണ്. ബോർഹെസ് പറഞ്ഞതൊരാശയമാണ്. ഇതെങ്ങനെയാണ് പ്രായോഗികമാക്കുക എന്നുള്ളത് നമുക്ക് ഒരു കൺഫ്യൂസിങ് ആയിട്ട് തോന്നും. നൈൽ ഗ്രീനെ വായിക്കുമ്പോഴാണ് ഇതിൻ്റെ കുറേയും കൂടി പ്രായോഗികമായ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിലേക്ക് ഹിസ്റ്ററി ഈസ് നോട്ട് സംതിങ് ദാറ്റ് ഹാപ്പൻഡ്, ഇറ്റ് ഈസ് എ പ്രെഡിക്ഷൻ ഓഫ് വാട്ട് ഹാപ്പൻഡ്. അപ്പോൾ ചരിത്രത്തിൻ്റെ പല അടരുകളുണ്ട്. ഇപ്പം നൈൽ ഗ്രീൻ ഈ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ പറയുന്നൊരു കാര്യം, ഞാൻ പലപ്പോഴും ചരിത്രം പഠിച്ചിട്ടുള്ളത് ലോകത്തിൻ്റെ ഏതൊരു കോണിലിരുന്ന് പുസ്തകം വായിച്ചിട്ടല്ല, യാത്ര ചെയ്തിട്ടാണ്. എന്നിട്ട് അദ്ദേഹം ഒരു ട്രാവൽ ഏജൻ്റായിട്ട് വർക്ക് ചെയ്തിരുന്ന ആളാണ്. 17 വയസ്സ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഓക്സ്ഫർഡിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നും തുർക്കിയിലേക്ക് യാത്ര ചെയ്യുകയും ആ യാത്ര ഇസ്ലാമിക് ഹിസ്റ്ററിയിലേക്ക് അദ്ദേഹത്തെ ആകർഷിക്കുകയും പിന്നീട് കുറേ കാലം ട്രാവൽ ഏജൻ്റായി വർക്ക് ചെയ്യുകയൊക്കെ ചെയ്തിരുന്ന ആളാണ്. അപ്പോൾ യാത്ര എന്ന് പറയുന്നത് ഒരു ചരിത്രത്തിൻ്റെ ഒരു മെത്തഡോളജി ആയിട്ട് സ്വീകരിച്ച ഒരാളാണ് അദ്ദേഹം. അപ്പോൾ ഇതിൻ്റെ ആമുഖം ഞാൻ വളരെ റീസെൻ്റായിട്ടാണ്, അതൊരു ചായക്കടയിലിരുന്നാണ് വായിക്കുന്നത്. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നുണ്ട് പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്തതിനെക്കുറിച്ച്, പല ഭാഷകൾ പഠിച്ചതിനെ കുറിച്ചിട്ടൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പം ഞാൻ തോന്നി കേരളത്തിൽ അദ്ദേഹം വന്നു കാണില്ല എന്ന്. പക്ഷെ 97-ലും 98-ലും 2002-ലും അദ്ദേഹം കേരളം സന്ദർശിച്ചിട്ടുണ്ട്, മട്ടാഞ്ചേരിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ചരിത്രത്തെ കുറേയും കൂടി സർഗാത്മകമാക്കുന്ന ഒരു ചിന്തകനാണ് നൈൽ ഗ്രീൻ. നൈൽ ഗ്രീനെ ഒരു പക്ഷേ അൻവർ ഹനീഫ നമ്മളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാനായിട്ട് വരുന്നതിന് മുമ്പ് ഒരു പക്ഷേ കേരളത്തിൽ അങ്ങനെ ആരും ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ഒരു വലിയ വായനക്കാരനാണെന്നല്ല പറയുന്നത്, പക്ഷേ ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ എന്തിനാണ് നൈൽ ഗ്രീനെ കുറിച്ചൊരു പുസ്തകം എന്നുള്ളത് ഒരു എഡിറ്റർ എന്നുള്ള നിലക്ക് എനിക്കൊരു സന്ദേഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടും മലയാളികളായ വായനക്കാർ വളരെയധികം പരിചയപ്പെടേണ്ട ഒരു ചരിത്ര രചനയുടെയും ചരിത്രത്തിൻ്റെ രീതിശാസ്ത്രത്തിന് ഒരു സ്വീകരിക്കേണ്ട നിലപാടുകളിലൊക്കെ ഒരു പുതിയ ഒരു ലോകം തുറക്കുന്ന ഒരു പുസ്തകമാണ്, അല്ലെങ്കിൽ ഒരു വായനാ ലോകമാണ് നൈൽ ഗ്രീൻ തുറന്നിട്ടുള്ളത്. ഞാൻ കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല. ഞാൻ എൻ്റെ സംഭാഷകർക്ക് മൈക്ക് കൈമാറുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത്, ആദ്യം ഞാൻ അൻവർ ഹനീഫയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. പലർക്കും അറിയാം, എന്നെക്കാളേറെ അൻവറിനെ അറിയാവുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത്. അൻവർ ഹനീഫ തൃശ്ശൂരാണ് സ്വദേശം. ജാമിയ മദീനത്തുന്നൂറിലും കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിലും ഒക്കെ കേരളത്തിൽ പഠിച്ചു. പിന്നീട് അതിന് ശേഷം ബെർലിനിൽ പോയിട്ട് ഫ്രൈ യൂണിവേഴ്സിറ്റി അവിടെ നിന്ന് ഗവേഷണം, അവിടെ റിസർച്ച് സ്കോളറായി വർക്ക് ചെയ്തു. ഇപ്പോൾ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഈ ഡോക്യുമെൻറ്റ്സ്, പൗരാണിക ഡോക്യുമെൻറ്റ്സുകൾ
വായിക്കുന്നതിലും ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഗവേഷണ താല്പര്യമുള്ളത്. ഒരുപക്ഷെ നൈൽ ഗ്രീനിലേക്ക് അൻവർ ഹനീഫ് എത്തുന്നത് എനിക്ക് വളരെയധികം കൗതുകമുള്ളൊരു കാര്യമായിരുന്നു. കാരണം ഇതിനു മുമ്പ് അൻവർ പ്രസിദ്ധീകരിച്ചിട്ടുള്ള പുസ്തകം തത്വചിന്തയിലുള്ളൊരു പുസ്തകമാണ്, തമസ്കിരണങ്ങൾ എന്ന് പറയുന്നൊരു പുസ്തകമാണ്. അപ്പോൾ തമസ്കിരണങ്ങൾ എഴുതുന്ന ഒരാൾ, തത്വചിന്ത എഴുതുന്ന ഒരാൾ ചരിത്രം എഴുതുമ്പോഴുണ്ടാകുന്ന ഒരു കൗതുകം എനിക്കുണ്ടായിരുന്നു. ഈ പുസ്തകം നമ്മളുടെ മുമ്പിൽ പബ്ലിഷ് ചെയ്യാൻ തരുന്ന അൻവറല്ല ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത്. അദ്ദേഹത്തിൻ്റെ ലുക്കിലൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട്, ഔട്ട്ലുക്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ചിട്ടെല്ലാം ഈ പുസ്തകം കണ്ടെത്തുന്നത്, സ്കോളറെ കണ്ടെത്തുന്നത്, ഇതിൻ്റെ രചന, ഗവേഷണത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, എങ്ങനെ ഈ പുസ്തകം സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അൻവർ നമ്മളോട് സംസാരിക്കും. കാരണം ഈ പുസ്തകം ഇതിനു മുമ്പ് ധാരാളം അടരുകളിൽ പല പുതുതലമുറയിലെ ഗവേഷകർക്ക് പ്രചോദനം നൽകുന്നൊരു പുസ്തകം കൂടിയാണ്. രണ്ടാമത്, ഈ പുസ്തകം വളരെ ആദ്യന്തം വായിച്ചിട്ടുള്ള ആളാണ് റിയാസ് ചങ്ങരംകാട്ടിൽ. കോട്ടയം സ്വദേശിയാണ്, മലപ്പുറം സ്വദേശിയാണ്. അപ്പോൾ ഇദ്ദേഹം ഡൽഹി IIT-യിൽ നിന്നും സാഹിത്യത്തിൽ, പ്രത്യേകിച്ച് കൾച്ചറൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ സ്റ്റഡീസിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ട് PhD ഉള്ള ആളാണ്. അദ്ദേഹം ജർമ്മനിയിൽ, ബെൽജിയത്തിലാണ് ഇപ്പോൾ പോസ്റ്റ് ഡോക്ടറൽ ഫെലോ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ പുസ്തകം, കാരണം ഈ പുസ്തകത്തിൽ വരുന്ന പല കാര്യങ്ങളുണ്ട് ഒരു ചരിത്ര സാഹിത്യകാരനെ സംബന്ധിച്ചിടത്തോളം. ഒന്ന്, നിലവിലുള്ള പല ധാരണകളെ തിരുത്തുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യൻ ഓഷ്യൻ സ്റ്റഡീസിനെ കുറിച്ചിട്ട് ഇപ്പോൾ ബ്രൂസ് ലോറൻസ് ഒക്കെ പറയുന്ന ഒരു ആശയം കോസ്മോപോളിറ്റനിസം, ബഹുസ്വരത എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഐഡിയ. പക്ഷെ കോസ്മോപോളിറ്റനിസം എന്തുകൊണ്ട് ചരിത്രത്തെ മനസ്സിലാക്കുമ്പോൾ, പല സ്ഥലങ്ങളിലുള്ള ആളുകളെ മനസ്സിലാക്കുമ്പോൾ എന്തുകൊണ്ട് ഒരു നല്ല ഫ്രെയിം വർക്കല്ല? അതിനേക്കാൾ ഉപരി നമുക്ക് സ്ഥൂല ചരിത്രം, സൂക്ഷ്മ ചരിത്രം, ഗ്ലോബൽ ഹിസ്റ്ററി, ഇങ്ങനെയൊക്കെയുള്ള പല ആശയങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടെല്ലാം ഇത് വളരെ ആധികാരികമായി സംസാരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ അൻവറിനെ മൈക്ക് കൈമാറുകയാണ്. അൻവറിനെ എങ്ങനെയാണ് ഈ പുസ്തകത്തിൽ എത്തിച്ചേർന്നത്, ഇതിൻ്റെ ഒരു ഇൻ്റലക്ച്വൽ ട്രാജക്ടറി എങ്ങനെയാണ് എന്നുള്ളതിനെപ്പറ്റി അൻവർ സംസാരിക്കും. ഞാൻ ആദ്യമായിട്ട് നൈഗ്രീൻ്റെ വർക്കുകൾ പരിചയപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2018-19 കാലത്ത് ഷഹാബ് അഹമ്മദിൻ്റെ വാട്ട് ഈസ് ഇസ്ലാം എന്ന് പറയുന്ന വർക്ക് ശരിക്കും ഇസ്ലാമിക് സ്റ്റഡീസിൽ ഓളങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അദ്ദേഹത്തിൻ്റെ മരണശേഷം പബ്ലിഷ് ചെയ്ത വർക്കാണ് വാട്ട് ഈസ് ഇസ്ലാം എന്ന് പറയുന്ന വർക്ക്. ആ വർക്കിൽ അദ്ദേഹം ബാൽക്കൻ ടു ബംഗാൾ കോംപ്ലക്സ് എന്ന് പറയുന്ന ഒരു വലിയ ഏരിയനെ പറ്റിയിട്ടാണ് ഷഹാബ് അഹമ്മദ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ നൈൽ ഗ്രീനിലേക്കുള്ള ഒരുപാട് സൈറ്റേഷൻസ് കാണാൻ പറ്റും. കാരണം നൈൽ ഗ്രീനിൻ്റെ ഏരിയ എന്ന് പറയുന്നതും അതാണ്. നമ്മുടെ ഇപ്പോൾ ശ്രീലങ്ക മുതൽ അഫ്ഗാനിസ്ഥാൻ അടങ്ങിയിട്ട് നമുക്ക് ഇങ്ങോട്ട് ജപ്പാനും ബർമ്മയും അങ്ങോട്ട് US വരെയുള്ള വലിയൊരു ജിയോഗ്രഫിയിലാണ് നൈൽ ഗ്രീൻ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും, കാരണം നൈൽ ഗ്രീൻ 1998 മുതൽ പബ്ലിഷ് ചെയ്യുന്ന സ്കോളറാണ്. കാരണം 2015 ഷഹാബ് അഹമ്മദ് ആ വർക്ക് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിന് മുൻപുള്ള നൈഗിൻ്റെ ഒരുപാട് വർക്കുകൾ സൈറ്റ് ചെയ്തിട്ടുള്ള സ്കോളറാണ് ഷഹാബ് അഹമ്മദ് എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് നൈഗിൻ്റെ വർക്കുകൾ ഞാൻ ഫുട് നോട്ടിൽ നിന്ന് ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത്. അങ്ങനെ പതുക്കെ ആദ്യം ബോംബെ ഇസ്ലാം എന്ന് പറയുന്ന വർക്ക് വായിച്ചു തുടങ്ങി. അത് ശരിക്കും തന്നെ ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്തൊരു വർക്കാണ് ശരിക്കും. ഇപ്പോൾ ഇതിന് മുൻപ് ഷമീർക്ക് പറഞ്ഞ പോലെ തന്നെ ഇതിന് മുൻപ് ഞാൻ മാർക്സിസ്റ്റ് ഫിലോസഫിയിൽ വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ ഫസ്റ്റ് ബുക്കിൻ്റെ ഒരു കോർ എന്ന് പറയുന്നത് ഏൺസ്റ്റ് ബ്ലോക്കിൻ്റെ യുട്ടോപ്പിയ എന്ന് പറയുന്ന വർക്കാണ്. ശരിക്കും എന്തുകൊണ്ട് യുക്തിയെ മറികടക്കേണ്ടതുണ്ട്, കാരണം യുക്തിക്കപ്പുറം നിന്ന് കഴിഞ്ഞാൽ മാത്രമാണ് ശരിക്കും ഇമ്പോസിബിളായിട്ടുള്ള കാര്യങ്ങൾ പോസിബിളാക്കാൻ പറ്റുള്ളൂ. അവിടെയാണ് റെവല്യൂഷൻ്റെ പോസിബിലിറ്റി എന്ന് പറയുന്ന ശരിക്കും ഏൺസ്റ്റ് ബ്ലോക്കും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള മാർക്സിയൻ ഹിസ്റ്റോറിയൻസും മാർക്സിയൻ ഫിലോസഫേഴ്സിനെ പറ്റിയാണ് മുൻപ് വർക്ക് ചെയ്തിരുന്നത്. ശരിക്കും ഇവിടെ നിന്നാണ് ബോംബെ ഇസ്ലാം എന്നാണ് ശരിക്കും ഇതിൻ്റെ കോർ മാറ്റം വരുന്നത്. കാരണം ബോംബെ ഇസ്ലാമിൻ്റെ ഒരു കോർ ഐഡിയ എന്ന് പറയുന്നത് ശരിക്കും നൈൽ ഗ്രീൻ E.P. തോംസൺ എന്ന് പറയുന്ന ബ്രിട്ടീഷ് മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയനുള്ളൊരു ക്രിട്ടിക്കാണ്. കാരണം ക്യാപിറ്റലിസത്തിൻ്റെ ആധുനികതേൻ്റെ ആഗമനം ശരിക്കും തൊഴിലാളി വർഗം ശരിക്കും അകത്ത് കഷ്ടപ്പെടുകയും അപ്പോൾ ഇത്തരം കഷ്ടപ്പാടുകളിൽ നിന്ന് മറികടക്കാൻ
അത് ജനാധിപത്യം അതുപോലെ തന്നെ സമത്വം പോലുള്ള മൂല്യങ്ങൾ അവർ ഉള്ളിൽ ഇൻകൾക്കേറ്റ് ചെയ്യുകയും അത്തരം മൂല്യങ്ങളുമായിട്ട് അതുമായി മുന്നോട്ട് പോവുകയും അങ്ങനെയാണ് റവല്യൂഷൻ ഉണ്ടാവുകയും അവരുടെ വിമോചനം സാധ്യമാവുകയും ചെയ്യുന്നത് എന്ന് പറയുന്ന ഐഡിയ ആണ് ശരിക്കും ഇ പി തോംസനെ പോലുള്ള ബ്രിട്ടീഷ് മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയൻസ് മുന്നോട്ട് വെക്കുന്നത്. അതിൻ്റെ വിപരീതമായിട്ടുള്ളൊരു ചരിത്രമാണ് ശരിക്കും നൈൽ ഗ്രീൻ ബോംബെ ഇസ്ലാമിൽ മുന്നോട്ട് വെക്കുന്നത്. കാരണം 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും 20ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലും ബോംബെ ഒരു വലിയ നഗരമായി വരുന്ന സമയത്ത് സൗത്ത് ഇന്ത്യയുടെ പല ഭാഗത്തുനിന്ന്, സൗത്ത് ഇന്ത്യ സെൻട്രലിൻ്റെ ഡെക്കാൻ, ഔറംഗാബാദ് ഈ ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ ബോംബെയിലേക്ക് കുടിയേറുകയാണ്. അതിലധികം തൊഴിലാളി വർഗ്ഗമാണ്, മുസ്ലിം തൊഴിലാളി വർഗ്ഗമാണ്. മുസ്ലിങ്ങളും മുസ്ലിമേതര വിഭാഗങ്ങളായിട്ടുള്ള തൊഴിലാളി വർഗ്ഗം കുടിയേറുകയും ഈ വിഭാഗങ്ങളെല്ലാം ബോംബെയുടെ ഇൻഡസ്ട്രിയലൈസേഷൻ, ക്യാപിറ്റലൈസേഷൻ ഇതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഇവർ ട്രേഡ് യൂണിയനുകളിൽ ഭാഗമാകുന്നതോട് കൂടെ തന്നെ അല്ലെങ്കിൽ അതിലുപരിയായിട്ട് ദർഗകളിലും സൂഫികളിലും ആശ്രയം അർപ്പിക്കുകയാണ്. ഈ ഹൈറാർക്കിക്കൽ സിസ്റ്റത്തിലാണ് ജനാധിപത്യം, സമത്വം എന്നതിനപ്പുറം ഒരു സൂഫി പറയുന്നത് എന്താണോ അതിനനുസരിച്ച് ചെയ്യുന്ന ഈ ഹൈറാർക്കി അംഗീകരിച്ചുകൊണ്ടുള്ള രീതിയിലേക്കാണ് മാറുന്നത്. അപ്പോൾ സമത്വം, ജനാധിപത്യം എന്നിങ്ങനെയുള്ള ശരിക്കും സെക്യുലർ അല്ലെങ്കിൽ ഒരു മാർക്സിസ്റ്റ് പാരഡൈമുകൾക്ക് പുറത്തും എങ്ങനെ വിമോചനം പോസിബിൾ ആവുന്നതാണ് ശരിക്കും ബോംബെ ഇസ്ലാമിൻ്റെ ഒരു കോറായിട്ട് റിലീജിയസ് എക്കോണമി എന്ന് പറയുന്ന ഐഡിയ. അത് ശേഷം നമുക്ക് ഡിസ്കഷനിലേക്ക് വരാം. അപ്പോൾ ഈ ഐഡിയ മുന്നോട്ട് വെക്കുമ്പോൾ നൈൽ ഗ്രീൻ വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ശരിക്കും ഈ ഒരു മാർക്സിസ്റ്റ് ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവിൽ നിന്ന് മാറ്റം നമ്മുടെ സൗത്ത് ഇന്ത്യൻ പെർസ്പെക്റ്റീവ്, അതായത് മുസ്ലിം വർക്കിംഗ് ക്ലാസ് അല്ലെങ്കിൽ മുസ്ലിം പ്രൊലറ്റേറിയൻ എന്ന് നൈൽ ഗ്രീൻ വിശേഷിപ്പിക്കുന്ന ഈ വിഭാഗം എങ്ങനെയാണ് ശരിക്കും മാർക്സിസ്റ്റ് ക്രിട്ടിക്കായിട്ട് വരുന്നത് അല്ലെങ്കിൽ മാർക്സിസ്റ്റ് ഹിസ്റ്റോറിക്കൽ പാരഡൈമിൽ നിന്ന് മാറി ഒരു ചരിത്രം സാധ്യമാക്കുന്നതെന്ന് ശരിക്കും നൈൽ ഗ്രീൻ കാണിച്ചു തന്നു. ഇവിടെ നിന്നാണ് ശരിക്കും നൈൽ ഗ്രീനോടുള്ള എൻ്റെ ഒരു ഇൻട്രസ്റ്റ് പതുക്കെ രൂപപ്പെട്ടു വരുന്നത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നൈൽ ഗ്രീൻ മറ്റുള്ള ഒരുപാട് ഹിസ്റ്റോറിയൻസെ പോലെ വളരെ ഡെപ്തുള്ള ഹിസ്റ്ററി വർക്കുകൾ ചെയ്യുന്നതിന് കൂടെ തന്നെ ചെറിയ മെത്തഡോളജി പീസുകൾ ചെയ്യും. ആദ്യമായിട്ട് ചെയ്ത് എന്തുകൊണ്ട് ഒരു ആഗോള ചരിത്രം നമുക്ക് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അടുത്ത വർഷം ഈ പുസ്തകം എഴുതിയതിന് ശേഷം പബ്ലിഷ് ചെയ്ത് എന്തുകൊണ്ട് അറബി ഒരു സൗത്ത് ഏഷ്യൻ ലാംഗ്വേജ് ആയിട്ട് പരിഗണിക്കണം എന്ന് പോലുള്ള 10-15 പേജുള്ള ഷോർട്ട് പീസുകൾ എഴുതും. അതെപ്പോഴും ഇൻട്രൊഡക്ടറി ആണ്, അതായത് ഫീൽഡിലേക്ക് വരുന്ന ആളുകൾക്ക് ഫീൽഡിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് വലിയ സർവേ. നൈൽ ഗ്രീൻ്റെ ഓരോ വർക്കുകളും ശരിക്കും ഷഹാബ് അഹമ്മദിൻ്റെ വർക്കിൻ്റെ ഫസ്റ്റ് പാർട്ട് വായിക്കുന്നത് പോലെയാണ്, സർവേകളാണ്. ഇതുവരെ വന്നിട്ടുള്ള ആ ഫീൽഡിൽ വന്നിട്ടുള്ള ഒരുപാട് വർക്കുകൾ നൈൽ ഗ്രീൻ സൈറ്റ് ചെയ്യുകയും അതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ്, പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, പുതിയ പോസിബിലിറ്റികൾ എന്തൊക്കെയാണ്, ഇവയെ എങ്ങനെയാണ് ഒരുമിച്ച് വായിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു തരുന്ന പീസുകൾ ഒരുപാട് ഞാൻ എഴുതിയിട്ടുണ്ട്. എൻ്റെ അറിവിൽ ഒരു 6-7 പീസുകൾ പല ഭാഗങ്ങളായിട്ട് എങ്ങനെയാണ് റിലീജിയനെ കാണേണ്ടത്, എങ്ങനെയാണ് ശരിക്കും അറബിക് കോസ്മോപോളിസ്, പേർഷ്യൻ കോസ്മോപോളിസ് എന്ന് പറയുന്ന ഐഡിയകളെ വായിക്കേണ്ടത്, എന്തുകൊണ്ടാണ് അറബിക് സൗത്ത് ഏഷ്യൻ ലാംഗ്വേജ് ആയിട്ട് കാണേണ്ടത്, എങ്ങനെയാണ് ഗ്ലോബൽ ഇസ്ലാമിനെ പഠിക്കേണ്ടത്, മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന കാറ്റഗറിയെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക, ഇങ്ങനെയുള്ള പീസുകൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും ശരിക്കും ഞാൻ കരുതി ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന സ്കോളറാണ്. കാരണം ഹിസ്റ്ററി എന്നതിനപ്പുറം ഒരു ഹിസ്റ്റോറിക്കൽ ആന്ത്രോപോളജിസ്റ്റാണ് നൈൽ ഗ്രീൻ എന്ന് പറയുന്നത്. കാരണം നമ്മൾ സോഴ്സ് ബദ്ധമായിട്ട് ഹിസ്റ്ററിയിൽ നിൽക്കുമ്പോൾ പോലും ആന്ത്രോപോളജിയുടെ ക്രിയേറ്റിവിറ്റി ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നൈൽ ഗ്രീൻ ഇതിൽ തന്നെ ഇൻട്രൊഡക്ഷനിൽ നൈൽ ഗ്രീൻ തന്നെ പറയുന്നത്, നൈൽ ഗ്രീൻ എംഫസൈസ് ചെയ്യുന്നത് ഫിനമിനോളജിയാണ്, പ്രതിഭാസീയ വിജ്ഞാനിയും എങ്ങനെയാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതെന്ന്. നൈൽ ഗ്രീനെ സംബന്ധിച്ചിടത്തോളം എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് കോറാണ്. ഒരു ഹിസ്റ്റോറിയൻ്റെ ഏറ്റവും വലിയ ചോദ്യമാണ് എങ്ങനെയാണ് എക്സ്പീരിയൻസ് വായിച്ചെടുക്കുക എന്നുള്ളത്. കാരണം നമ്മളിപ്പോൾ ആന്ത്രോപോളജിസ്റ്റുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ പോയി ജീവിച്ച് അവരുടെ അടുത്ത് എംബോഡിഡ് ആയിട്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ അത് ശരിക്കും നൈൽ ഗ്രീൻ സോഴ്സുകളിൽ നിന്ന് മനസ്സിലാക്കുന്നതാണ്. കാരണം ഇപ്പോൾ കണ്ടംപററി ഹിസ്റ്ററിയിലും നൈൽ ഗ്രീൻ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 19ാം നൂറ്റാണ്ട് മുതൽ ഇപ്പോൾ തുടക്കകാലത്ത് നോക്കുകയാണെങ്കിൽ സൂഫിസത്തിൻ്റെ ചരിത്രം എഴുതിയ ഒരാളാണ്. 13ാം നൂറ്റാണ്ട് മുതൽ സൂഫിസത്തിൻ്റെ ചരിത്രം. അപ്പോൾ ഇതെല്ലാം സോഴ്സിൽ നിന്ന് കണ്ടെടുക്കുന്ന ഒന്നുകൂടിയാണ്. അപ്പോൾ ഇത്തരം മെത്തഡോളജിക്കൽ ഡെപ്തും നൈൽ ഗ്രീന് പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ ഒരു ഹിസ്റ്റോറിയൻ ആന്ത്രോപോളജിസ്റ്റ് എന്നതിനപ്പുറം അതോടുകൂടെ അപ്പോൾ ഒരു ഹിസ്റ്റോറിയനായിട്ട് അദ്ദേഹം എങ്ങനെയാണ് ഷമീറൊക്കെ പറഞ്ഞ പോലെ ഭൂതകാലത്തെ പ്രവചിക്കുന്നുണ്ട് അദ്ദേഹം. അതുപോലെ തന്നെ ആന്ത്രോപോളജിസ്റ്റിൻ്റെ എല്ലാത്തരം ക്രിയേറ്റിവിറ്റി, ഇപ്പോൾ മെറ്റീരിയൽസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒട്ടകപ്പക്ഷിയുടെ മുട്ട, അപ്പോൾ നമ്മൾ പൊന്നാനി പോയ പള്ളിയിൽ കാണാൻ പറ്റും. ഈ ഒട്ടകപ്പക്ഷിയുടെ മുട്ട ശരിക്കും നമ്മൾ മെഡീവൽ പീരീഡ് മുതൽ എങ്ങനെയാണ് ക്രിസ്ത്യാനിറ്റിയിലൂടെയും അതുപോലെ തന്നെ റോമൻ എംപയറിലൂടെയും മുകളിലൂടെയും എല്ലാം കടന്ന് നമ്മളെ പൊന്നാനിയിലെ പള്ളിയിൽ എന്ത് സിമ്പിളാണ് നമുക്ക് മുന്നിൽ വെക്കുന്നത്. അപ്പോൾ അങ്ങനെ മെറ്റീരിയൽസ് ആയിട്ട് ഉറുക്കുകൾ, ബോംബെയിലെ ഉറുക്കുകൾ എങ്ങനെയാണ് ചെറുതായി വന്നുകൊണ്ടിരുന്നത്, ഇത് മെറ്റീരിയൽസ്. ഇപ്പോൾ ഞാൻ പെട്ടെന്ന് ചുരുക്കാം. മറ്റൊന്ന് ഹാപ്റ്റിക്സ്, നമ്മുടെ എക്സ്പീരിയൻസ്, സെൻസറി എക്സ്പീരിയൻസുകൾ എങ്ങനെയാണ് പുസ്തകങ്ങൾ വായനക്കപ്പുറം പുസ്തകത്തിൻ്റെ മണം അല്ലെങ്കിൽ പുസ്തകത്തിന് നമ്മൾ ടച്ച് ചെയ്യുമ്പോഴുള്ള ഹാപ്റ്റിക് സെൻസറികൾ, ഇതെങ്ങനെയാണ് ഹിസ്റ്റോറിക്കൽ
പ്രൊപ്പല്ലേഴ്സ് ആവുന്നത്, ചരിത്രത്തെ അതെങ്ങനെയാണ് മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ ഒരു സോഴ്സ് എന്നതിനപ്പുറം നമ്മളെ ഹാപ്റ്റിക്സും നമ്മളെ സെൻസറി എക്സ്പീരിയൻസുകളും മെറ്റീരിയൽ ഹിസ്റ്ററിയും എല്ലാം വർക്ക് ചെയ്യുന്ന ഒരു ഹിസ്റ്റോറിയനായിട്ട്, ഒരു ഹിസ്റ്റോറിക്കൽ ആന്ത്രോപോളജിസ്റ്റാണ് നൽകിൻ എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്തുകൊണ്ടും ഈ പ്രപ്പോസൽ ഞാനിവിടെ പിച്ച് ചെയ്തതും നൽകിൻ എന്തുകൊണ്ടും നമുക്ക് ഏതൊരാൾക്കും തുടങ്ങാൻ ഇസ്ലാമിക് സ്റ്റഡീസ്, ഇന്ത്യൻ ഓഷ്യൻ സ്റ്റഡീസ്, ഇന്ത്യൻ ഓഷ്യൻ എന്നല്ല മാരിടൈം സ്റ്റഡീസ് എന്ന് തന്നെ പറയാം, അതുപോലെ തന്നെ ഗ്ലോബൽ ഹിസ്റ്ററി, റിലീജിയസ് സ്റ്റഡീസ്, ഇതിലേക്കൊക്കെ വായന തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് എന്തുകൊണ്ടും ഫീൽഡിൻ്റെ ഒരു സർവേ പിക്ചർ കിട്ടാനും ഇതുവരെ ഫീൽഡുകളിൽ എന്തൊക്കെ പഠനങ്ങൾ വന്നിട്ടുണ്ട് എന്നറിയാനും ഇതിനങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു സ്പ്രിംഗ് ബോർഡായിട്ട് എനിക്ക് എന്തായാലും വർത്തിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അങ്ങനെയാണ് ശരിക്കും ഈ പ്രൊജക്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നത്, അതർ ബുക്സിനെ ഫസ്റ്റായിട്ട് പിച്ച് ചെയ്യുന്നത്. ഇനി റിയാസിനോടാണ്. റിയാസിൻ്റെ ഒരു റിസർച്ച് ഏരിയ എന്ന് പറയുന്നത് ഹജ്ജ് നറേറ്റീവ്സിനെ കുറിച്ചിട്ടാണ്. ഹജ്ജിന് പോയ യാത്ര, അതിലും യാത്രയുണ്ട്. അപ്പോൾ ഈ പുസ്തകം വായിക്കുമ്പോൾ എങ്ങനെയാണ് റിയാസിൻ്റെ ലോകത്തോട് നൈൽ ഗ്രീൻ, റിസർച്ച് ലോകത്തോട്, ഗവേഷണ ലോകത്തോട് നൈൽ ഗ്രീൻ എങ്ങനെയാണ് കോൺവെർസേഷനിൽ വന്നത് എന്നുള്ളത് എനിക്കറിയാൻ വളരെ താല്പര്യമുണ്ട്. അപ്പോൾ ഞാനിനി റിയാസിന് കൈമാറുകയാണ് എൻ്റെ വായനാനുഭവത്തെക്കുറിച്ചിട്ടും ഒക്കെ. താങ്ക് യു. ഞാൻ ആദ്യമായിട്ട് നൽകിനെ കാണുന്നത് 2017 മെയ് 23 3:45 മൂപ്പര് ശരിക്കും ആദ്യമായിട്ടുള്ള ഒരു എൻകൗണ്ടർ വിത്ത് നൈൽ ഗ്രീൻ ശരിക്കും ഹജ്ജ് യാത്രകളെ കുറിച്ച് പഠിക്കാൻ തുടങ്ങിയപ്പോഴുള്ള ഒരു സമയത്തായിരുന്നു. ഒരു എഡിറ്റഡ് വോളിയം ഉണ്ടായിരുന്നു, ഏജ് ഓഫ് സ്റ്റീം ആൻഡ് പ്രിൻ്റ് എന്നുള്ള, അതിൽ റെയിൽ ഹാജീസ് എന്നുള്ള ഒരു വർക്ക് സംബന്ധമായി ചെറിയൊരു ഡിസ്കഷനും അതിനുശേഷം വന്ന കൂടുതൽ വർക്കുകളിലൂടെയാണ് ഞാൻ നൈൽ ഗ്രീനെ ആദ്യമായിട്ട് പിന്നെ ഒരു പരിചയപ്പെടുന്നത്, നൽകിൻ്റെ വർക്കുകൾ. കാരണം ഞാൻ ഹജ്ജ് യാത്രകളെ കുറിച്ച് വർക്ക് ചെയ്യുമ്പോൾ ഹജ്ജ് യാത്രകളെ എങ്ങനെ സമീപിക്കുന്നുള്ളൊരു ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം ഓരോ മൾട്ടിപ്പിൾ ആയിട്ടുള്ള സ്മോൾ എപ്പിസോഡുകളാണ് ഓരോ ഹജ്ജ് യാത്രകളും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നൈൽ ഗ്രീൻ്റെ ഒരു മെത്തഡോളജിക്കൽ ഇൻ്റർവെൻഷൻ വെച്ചിട്ട് ഒരു മൈക്രോ ഹിസ്റ്ററി ചെയ്യുന്ന ഒരു മെത്തേഡ്, പിന്നെ എല്ലാ ആളുകളെയും, എല്ലാ സ്ഥലങ്ങളെയും, എല്ലാ അനുഭവങ്ങളെയും ഒരു സ്പേസിൽ കൊണ്ടുവന്ന് അതിനെ അനലൈസ് ചെയ്യുന്ന ഒരു രീതി, ആ രീതിയാണ് ഞാനും എൻ്റെ റിസർച്ചിലും അധികം ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പോൾ നൈൽ ഗ്രീൻ എപ്പോഴും പറയുന്ന ഒരു സാധനമുണ്ട്, എനിക്ക് മലയാളത്തിൽ ആക്സസ് ഇല്ല. അതിന് 3 പ്രാവശ്യം പറഞ്ഞൊരു സാധനം. ഇപ്പോഴത്തെ ഒരു ഇസ്ലാം ട്രാൻസ്ലേഷൻ, സെറന്തിബിറ്റസ് ട്രാൻസ്ലേഷൻ എന്നുള്ള വർക്കിനെ കുറിച്ച് പറഞ്ഞപ്പോഴും മൂപ്പർ പറയുന്നത്, മലയാളം എന്നുള്ള ഒരു സാധനത്തിൽ എനിക്ക് മലയാളത്തിൽ ശ്രീലങ്കയെ കുറിച്ച് എഴുതിയ ഒരു സാധനം എനിക്ക് കാണാനില്ല. അപ്പോൾ എപ്പോഴും മലയാളത്തിലുള്ള ആപ്സസിനെ കുറിച്ച് സംസാരിച്ച് മലയാളത്തിൽ നിന്ന് ഒരു ലൈക്ക് ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് സോഴ്സിൽ വെച്ച് നിങ്ങൾ വർക്ക് ചെയ്യണം. ആ ഒരു എൻകറേജ്മെൻറ്റും മൂപ്പര ടെക്സ്റ്റുകളിൽ, മൂപ്പര വർക്കുകൾ കാണുന്ന ഒരു മൾട്ടി ലിംഗ്വൽ എൻഗേജ്മെൻറ്റ്, ഒരു ഈവൻറ്റിന് മൾട്ടിപ്പിൾ ലാംഗ്വേജ് സോഴ്സുകൾ ഉപയോഗിച്ച് ചെയ്യുന്നൊരു രീതി, ആ രീതിയിലൂടെ നമുക്ക് ഒരു ലാർജർ ഫിനോമിനയിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള മൾട്ടിപ്പിൾ സോഴ്സുകൾ കാണാൻ സാധിക്കും. ആ ഒരു രീതിയിലൂടെയാണ് ഞാൻ എൻ്റെ റിസർച്ചിൻ്റെ സമയത്ത് ഹജ്ജ് യാത്രകളും ബന്ധപ്പെട്ടുള്ള കൊളോണിയൽ രേഖകൾ ഉപയോഗിച്ച് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ പറയുകയാണെങ്കിൽ ഹോളി ഫൂൾ എന്നുള്ള ഒരു വർക്കും എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ്. എങ്ങനെയാണ് ഈ മജ്സൂബ് എന്ന കാറ്റഗറിയിൽ പെടുന്ന, ലൈക്ക് ഹോളി ഫൂൾസ് എന്ന് പറയപ്പെടുന്ന ആളുകൾ അവരുടെ ഒരു ലൈക്ക് ഒതൻറ്റിസിറ്റി, അവർ പറയുന്ന സാധനം. പഴയ കാലത്ത് ഞാനൊരു വർക്ക് ചെയ്തിരുന്നു, മജ്സൂബ് ആൻഡ് മൽഫുസാത്ത് എന്നുള്ള സാധനത്തിൽ. അപ്പോൾ ആ സമയത്ത് ഹോളി ഫൂൾ എന്നുള്ള ഒരു ആർട്ടിക്കിൾ വായിക്കുമ്പോൾ നമുക്ക് എപ്പോഴും കാണുന്ന ഒരു ബുദ്ധിമുട്ട്, ഹിസ്റ്റോറിക്കലി നമുക്ക് ഒരിക്കലും കറാമത്ത് അല്ലെങ്കിൽ ഇങ്ങനത്തെ ജസ്ബിൻ്റെ ഹാല്, ദിസ് ഒരു ഹൈറ്റൻഡ് കോൺഷ്യസ്നെസ്, അങ്ങനത്തെ വിഷയത്തിലുള്ള ഒരു സൂഫി ഹൈറ്റൻസ് ഒരു സെൻസിബിലിറ്റിക്ക് പോകുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷേ നൈൽ ഗ്രീൻ്റെ വർക്കിലൂടെ നമുക്ക് കൂടുതലായിട്ട് ഇങ്ങനത്തെയുള്ള
ഒരിക്കലും മെറ്റീരിയൽ വേൾഡിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത സാധനങ്ങൾ ഏതൊക്കെ രീതിയിൽ അനലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു മെത്തഡോളജിക്കൽ ഇൻ്റർവെൻഷനാണ് എനിക്ക് നാലിഗ്രീൻ എന്നുള്ള പുസ്തകത്തിൽ നിന്ന് വായിക്കാൻ കിട്ടിയത്. ഉദാഹരണം, ഇപ്പം ഹജ്ജിനെ കുറിച്ച് തന്നെ പറയുകയാണെങ്കിൽ, ഇപ്പം ഞാൻ ഫോക്കസ് ചെയ്ത ഒരു ലൈക്ക് 19th സെഞ്ചുറി ആൻഡ് ഏർലി 20th സെഞ്ചുറി ആൻഡ് ദെൻ ലേറ്റ് 20th സെഞ്ചുറി വർക്കുകളിലൊക്കെ ഈ ടെക്നോളജിക്കൽ മോഡേണിറ്റി, ഈ സ്റ്റീംഷിപ്പ് ഹജ്ജിന് ശേഷം എന്തൊക്കെ തരത്തിലുള്ള എക്സ്പീരിയൻസുകളാണ് പഴയ കാലത്തില്ലാത്ത രീതിയിലുള്ള എക്സ്പീരിയൻസുകളാണ് ഹാജിമാർക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഓരോ പോർട്ട് സിറ്റികളും ഒരു അനുഭവത്തിൻ്റെ ഒരു സ്പേസായി മാറുന്നത്, ഒരു ഇടമായി മാറുന്നത്. പിന്നെ അപ്പോൾ മൾട്ടിപ്പിൾ സോഴ്സുകൾ ഉപയോഗിച്ചിട്ട് ഒരു ബോംബെ എന്നുള്ള പോർട്ടിലേക്ക് പോയ ആളുകളുടെ എക്സ്പീരിയൻസുകൾ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഒരു സോർട്ട് ഓഫ് കോമണാലിറ്റി ഓഫ് എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും ദർ ആർ മൾട്ടിപ്പിൾ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസസ്. ഇപ്പോൾ ഈ പുസ്തകം വായിക്കുമ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ ഓടുന്നത് പോളിഫോണിക്, മൾട്ടി വാലന്റ്, ഇങ്ങനത്തെ ഓരോ ടെർമിനോളജികളും, ലൈക്ക് ബഹുസ്വരത ആൻഡ് പിന്നെ നെറ്റ്വർക്ക്സ് ഓഫ് ഡിഫറൻസസ്, അസംബ്ലാഷസ്, ബ്രിക്കുലാഷസ്, ഓരോ ടേമുകളും ഇതൊക്കെ ഒരു രീതിയിൽ എൻ്റെ റിസർച്ചിനെ കൂടുതലായിട്ടും എൻ്റെ റിസർച്ചിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു തിങ്കർ ഇസ് നാലിഗ്രീൻ. അങ്ങനെ പറയാവുന്നതാണ്. ഒരു വളരെ ചെറിയ പുസ്തകമാണ്. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ പുസ്തകം ഇറക്കേണ്ട കാര്യമില്ല. എന്നാലും ഇതിൽ വളരെ കീ ആയിട്ടുള്ള കുറച്ച് കൺസെപ്റ്റുകളുണ്ട്. അതിലിപ്പോൾ എനിക്ക് അൻവറിനോട് ചോദിക്കാനുള്ള, അൻവറിൻ്റെ ഈ ഫിലോസഫിയിൽ നിന്ന് ചരിത്രത്തിലേക്ക് ഉള്ളൊരു മാറ്റം ഉണ്ടല്ലോ. അപ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കീ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് ഈ ഹീട്രോടോപ്പിയ എന്ന് പറയുന്ന. ഇപ്പോൾ മിഷേൽ ഫൂക്കോൻ്റെ ആശയത്തെ ഇദ്ദേഹം ഈ ഓഷ്യൻ, സമുദ്രാന്തര പഠനങ്ങളെക്കുറിച്ചിട്ട് അദ്ദേഹം വികസിപ്പിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചിട്ട് ഒന്ന് പറയോ? എങ്ങനെയാണ് ഈ ഒരു ഇൻ്റർ ടെക്സ്ച്വാലിറ്റി അല്ലെങ്കിൽ ഒരു ഇൻ്റർ ഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരു ചരിത്രവും തത്വചിന്തയും അല്ലെങ്കിൽ ചരിത്രവും പൊളിറ്റിക്സും തമ്മിലുള്ള ഇടപെടൽ അതിലെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഇപ്പോൾ ഹെട്രോട്ടോപ്പിയക്ക് ഒരു രസകരമായ ഉദാഹരണമായിട്ട് ഇപ്പോൾ റിയാസ് പറഞ്ഞ ഹജ്ജിൽ നിന്നാണ് നമുക്ക് തുടങ്ങാം. ഇപ്പോൾ ഈ സ്റ്റീംഷിപ്പ് വന്നതിന് ശേഷമുള്ള ഹജ്ജിനെ പറ്റി പറയുന്ന സമയത്ത് ടെറൈൻസ് ഓഫ് എക്സ്ചേഞ്ചിൽ നൽകിയും പറയുന്ന ഭയങ്കര രസകരമായിട്ടുള്ള എക്സാമ്പിൾ ഉണ്ട്. നമ്മൾ ഹജ്ജ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഇവിടുന്ന് നമ്മൾ ഭയങ്കര ആത്മീയമായിട്ടുള്ള ഹാജിമാരെന്ന് പറഞ്ഞാൽ അത്രയും റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു വിഭാഗമാണ് ശരിക്കും കമ്മ്യൂണിറ്റിയിൽ. ശരിക്കും മുസ്ലിങ്ങളെന്നല്ല, മറ്റേത് കമ്മ്യൂണിറ്റിയിൽ നോക്കിയാലും ഹജ്ജ് ചെയ്ത ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു അസറ്റിക് ലെവൽ ഓഫ് റെസ്പെക്റ്റ് കൊടുക്കുന്ന ആളുകളാണ് കമ്മ്യൂണിറ്റിയിൽ. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ശരിക്കും ഹജ്ജിനെ പറ്റി ഇങ്ങനെയുള്ളൊരു റൊമാൻറ്റിസൈസ്ഡ് ഇമാജിനേഷൻ ഉള്ള സമയത്ത് എങ്ങനെയാണ് ബോംബെ പോർട്ടിൽ നിന്ന് ശരിക്കും സ്റ്റീംഷിപ്പിൽ ജിദ്ദയിലേക്ക് ഹജ്ജിന് പോയ ആളുകൾ ഷിപ്പിൽ വെച്ചിട്ട് മറ്റു മതങ്ങളിൽ നിന്നുള്ള ആളുകളുമായിട്ട് സംസാരിക്കുകയും അതിൽ നിന്ന് മിഷണറികൾ ഉണ്ടാവുകയും ബോംബെയിൽ നിന്ന് ജിദ്ദയിലെത്തുമ്പോഴേക്ക് ഹജ്ജിന് പോയ ഹാജിമാർ ബോംബെയിൽ നിന്ന് ജിദ്ദയിലെത്തുമ്പോഴേക്ക് മതം മാറി ക്രിസ്ത്യൻ ആവുകയൊക്കെ ചെയ്യുന്ന സംഭവങ്ങൾ നാഗിൻ പറയുന്നുണ്ട്. ഭയങ്കര രസമാണത്. ശരിക്കും ഹജ്ജ് എന്ന് പറയുന്ന നമ്മളൊരു ഹജ്ജിൻ്റെ ഒരു ഡൈവേഴ്സിറ്റി നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെയാണ്. ശരിക്കും എൻ്റെ സ്പിരിച്വൽ ലെവലിനപ്പുറം ശരിക്കും ഹജ്ജിന് പോയ ആളുകൾ എന്തൊക്കെയായി മാറി എന്നുള്ളത് ഭയങ്കര അതിൻ്റെ ഒരുപാട് ലെയറുകൾ നൈഗ്രീൻ പറയുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഇത്തരം സംഭവങ്ങളാണ് ശരിക്കും നൈഗ്രീൻ ഹെട്രോട്ടോപ്പിയ എന്ന് പറയുന്ന ഐഡിയയിലൂടെ ശരിക്കും മുന്നോട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇന്ത്യൻ ഓഷൻ സ്റ്റഡീസിൻ്റെ പ്രധാനപ്പെട്ട, അതായത് മാരിടൈം ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെട്ട, സമുദ്രാന്തര ചരിത്രമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഐഡിയ മുൻകാലത്ത് നിലനിന്നിരുന്നൊരു ഐഡിയ ആയിരുന്നു കോസ്മോപൊളിറ്റനിസം എന്ന് പറയുന്ന ഐഡിയ. കാരണം ഇത് നമ്മൾ ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ട് പഠിക്കുന്ന ഒരു ക്രിട്ടീക്ക് ഉണ്ട്. അതായത് ശരിക്കും ഈ ആദ്യകാല ഡീകൊളോണിയൽ സ്റ്റഡീസ് അതുപോലെ തന്നെ ആൻറ്റി കൊളോണിയൽ സ്റ്റഡീസിനൊക്കെ മറ്റൊരു തരത്തിലുള്ള ടെറിട്ടോറിയലൈസിങ് സ്വഭാവം ഉണ്ടായിരുന്നു. അതായത് ശരിക്കും പടിഞ്ഞാറിന് പകരം നമ്മളാണ് ശരിയെന്ന് പറയുന്നൊരു സ്വഭാവം. അത് നമ്മൾ ഭയങ്കരമായിട്ട് എസെൻഷ്യലൈസ് ചെയ്യുന്ന ഒരു ഇതാണ്. കാരണം അതിപ്പോൾ ഇൻഡിജിനസ് സ്റ്റഡീസിലുണ്ട്. അതായത് ആധുനികമായതെല്ലാം തെറ്റാണ്. അത് ശരിക്കും ഇപ്പോൾ എന്താ പറയുക, ഇൻഡിജിനസ് കമ്മ്യൂണിറ്റികൾ അല്ലെങ്കിൽ ഇപ്പോൾ ട്രൈബൽ കമ്മ്യൂണിറ്റികൾ ഇത്തരം നേച്ചറുമായിട്ട് ചേർന്ന് ജീവിക്കുന്ന ആളുകൾ ചെയ്യുന്നത് മുഴുവൻ ശരിയാണ്.
മോഡേൺ ടെക്നോളജി മുഴുവൻ ഇത്തരം ഭയങ്കര ബൈനറി ടെക്നിക്സുകൾ വർക്ക് ചെയ്യുന്നുണ്ട് ഇതിൽ. അപ്പോൾ ഇതിന് പകരം ശരിക്കും അപ്പോൾ ഇതിനോട് ക്രിട്ടിക്കായിട്ടാണ് ശരിക്കും ഈ വെസ്റ്റിനോടുള്ള ക്രിട്ടിക്ക്, ഈ വെസ്റ്റേൺ ടെറസ്ട്രിയൽ ഹിസ്റ്ററിനോടുള്ള ക്രിട്ടിക്കൊക്കെ ആയിട്ടാണ് മാരിടൈം ഹിസ്റ്ററി ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അതായത് മാരിടൈം ഹിസ്റ്ററിക്ക് ഭയങ്കരമായിട്ടുള്ള യൂറോപ്യൻ ഹെറിറ്റേജ് ഉണ്ട്, യൂറോപ്പിൻ്റെ വ്യാപനം പഠിച്ചുകൊണ്ടാണ് ഇത് വരുന്നത്. പക്ഷേ ഇങ്ങോട്ട് മാറുമ്പോഴേക്കും ഇതിന് പകരം ശരിക്കും ഇത്തരം ഡീകൊളണൈസേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും ആൻറ്റി കൊളോണിയൽ സ്ട്രഗിളുകളും അതുപോലെ തന്നെ നമ്മൾ വീണ്ടും സൗത്ത് ഏഷ്യ എസെൻഷ്യലൈസ് ചെയ്യുന്ന രീതിയിലൊക്കെ ആയിട്ട് നമ്മളാണ് ശരി, സൗത്ത് ഏഷ്യ ഭയങ്കര കോസ്മോപൊളിറ്റൻ ആണ്, അതായത് ഇവിടെ എന്തല്ല, ഇങ്ങനെ ഇത്തരം കോസ്മോപൊളിറ്റൻ ക്ലെയിമുകൾ ഭയങ്കരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇന്തോനേഷ്യൻ സ്റ്റഡീസിൻ്റെ ഭാഗത്ത് മലബാർ എന്ന് പറഞ്ഞാൽ അറബിയായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഗ്ലോബൽ ആണ് എന്ന് കാണിക്കാനുള്ളത് മാത്രമായിട്ട് നമ്മൾ മാരിടൈം ഹിസ്റ്ററി ഉപയോഗിച്ചിരുന്നു. കാരണം ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ക്രിട്ടിക്കായിട്ട് പറഞ്ഞിരുന്നത് ശരിക്കും ഈ കണക്റ്റഡ് ഹിസ്റ്ററിയിൽ മാരിടൈം ഹിസ്റ്ററിൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിൻ്റെ മീൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണക്റ്റഡ് ആണെന്ന് കാണിക്കലാണ് ഇതിൻ്റെ ഉദ്ദേശം. ഇതിൻ്റെ ലക്ഷ്യം എന്താണ്, നമ്മൾ കണക്റ്റഡ് ആണെന്ന് കാണിക്കലാണ്. അതിനുശേഷം എന്ത് എന്നുള്ള ചോദ്യം എപ്പോഴും ക്വസ്റ്റ്യൻ മാർക്കായിട്ട് കിടക്കും. ഈ കണക്റ്റഡ് ഹിസ്റ്ററി, മാരിടൈം ഹിസ്റ്ററി നൽകി ഇതിനാണ് അഡ്രസ്സ് ചെയ്യുന്നത്. അതായത് ഈ കണക്റ്റഡ് ആയിട്ട് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ചോദ്യമാണ്. അത് കണക്റ്റഡ് ആണ് എന്ന് പറയാൻ വേണ്ടി മാത്രം ഒരു ഫീൽഡിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതിൻ്റെ ലെയറുകളാണ് ശരിക്കും ഹെട്രോട്ടോപ്പിയയിലൂടെ നൽകി കാണിക്കുന്നത്. കറക്റ്റ് കോസ്മോപൊളിറ്റനിസം മാത്രമല്ല, അതായത് കേരളത്തിൽ നിന്ന്, മലബാറിൽ നിന്ന്, ബോംബെയിൽ നിന്ന്, അല്ലെങ്കിൽ ഡൽഹിയിൽ നിന്നും, ബംഗാളിൽ നിന്നും അറബി ഇവിടെ നിന്ന് പഠിച്ചിട്ട്, ഇവിടുത്തെ മദ്രസകളിൽ നിന്ന് അറബി പഠിച്ചിട്ട് ആദ്യമായിട്ട് ജിദ്ദയിലേക്ക് പോകുമ്പോൾ അവിടുത്തെ അറബി മനസ്സിലാകാതെ വരുന്ന സമയത്ത്, അപ്പോൾ നമ്മൾ പഠിച്ച അറബി മോശമാണോ അല്ലെങ്കിൽ അവർ അറബി മോശമാണോ, ഞങ്ങൾ പഠിച്ചത്, അതായത് ഇന്ത്യയിൽ നിന്ന് അറബി പഠിച്ചിട്ട് ഞങ്ങൾ ഫുസ്ഹ പഠിച്ച് എന്നിട്ട് ബഗ്ദാദിലെത്തുന്ന സമയത്ത് അവിടുത്തെ ലഹജ, അതായത് കൊളോക്കിയൽ അറബി കേട്ടിട്ട് നിങ്ങളുടെ അറബി ശരിയല്ല എന്ന് ഇന്ത്യയിൽ നിന്ന് വന്ന് പറയുന്ന ആളുകൾ പറയുന്ന രസമുണ്ട്. അതായത് നമ്മളെപ്പോഴും ഐക്യദാർഢ്യം മാത്രമായിരുന്നില്ല ഇന്തോനേഷ്യൻ നെറ്റ്വർക്കിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അതായത് ഇവിടുന്ന് പോയ ആളുകൾ ഇവിടെ ആൻറ്റി കൊളോണിയൽ സ്ട്രഗിളിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ ആഫ്രിക്കയിൽ പോർട്ടുകളിൽ പോകുമ്പോൾ അവിടുത്തെ കറുത്ത വർഗ്ഗക്കാരെ രണ്ടാംകടിയായിട്ട് കാണുന്ന അവസ്ഥ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ലെയറുകളുള്ളതാണ് ഹെട്രോട്ടോപ്പിയ. അതായത് ഈ കോസ്മോപൊളിറ്റനിസം എന്ന് പറഞ്ഞാൽ, കാരണം കോസ്മോപൊളിറ്റനിസം ഒരുപാട് അർത്ഥങ്ങളുണ്ട്, പക്ഷേ നമ്മളിതിൻ്റെ വളരെ ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് ആയിട്ടുള്ള അർത്ഥമാണ്. ഇതൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ടേം ആയിട്ടാണ് ഇതിന് ആളുകൾ കാണുന്നത്. കണക്ഷൻസ് ബിൽഡ് ചെയ്യുന്ന, സോളിഡാരിറ്റി ബിൽഡ് ചെയ്യുന്ന, ഇതിനപ്പുറത്തേക്ക് ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഇതിൻ്റെ അടരുകൾ, ഇത്തരം ലെയറുകളെ കാണിക്കാനാണ് ശരിക്കും നാഗ്നി ഹെട്രോട്ടോപ്പിയ എന്ന് പറയുന്ന ഒരു ഐഡിയ മുന്നോട്ട് വെക്കുന്നത്. മിഷൽ ഫൂക്കോ അത് ഒരേ പ്രതലത്തിനകത്ത് തന്നെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ലെയറുകൾ, ഇപ്പം നെഗറ്റീവ് പോസിറ്റീവ് അല്ല, വ്യത്യസ്ത റിലേഷൻസ് എന്ന് പറയാം, വ്യത്യസ്ത രീതിയിലുള്ള ബന്ധപ്പെടലുകൾ സംഭവിക്കുന്നതിനാണ് നാഗ്നി ഹെട്രോട്ടോപ്പിയ എന്ന് പറയുന്ന ഒരു വേർഡ് യൂസ് ചെയ്യുന്നത്, മുന്നോട്ട് വെക്കുന്നത്. കാരണം നമുക്ക് മറ്റൊരു ചോദ്യം ചോദിക്കാം ക്രിട്ടിക്കൽ, ഇതിൻ്റെ ആവശ്യമുണ്ടോ? കാരണം കോസ്മോപൊളിറ്റനിസം എന്ന് പറഞ്ഞ വേർഡിന് തന്നെ പല രീതിയിലുള്ള അർത്ഥങ്ങൾ ആളുകൾ കൊടുത്തിട്ടുണ്ട്. വെർണാക്കുലർ എന്ന് പറയുന്ന വേർഡിന് കൊടുക്കുന്ന പോലെ തന്നെ കോസ്മോപൊളിറ്റനിസത്തിന് ഒരുപാട് ആളുകൾ ഒരുപാട് രീതിയിലുള്ള അർത്ഥം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കോസ്മോപൊളിറ്റനിസം എന്ന് പറഞ്ഞാൽ ഹെട്രോട്ടോപ്പിൻ്റെ അർത്ഥം കൂടി അടങ്ങിയതാണ് എന്നുള്ള രീതിയിലും ഒരുപാട് ആളുകൾ ഇൻ്റർപ്രറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇരിക്കെ തന്നെയാണ് നമ്മൾ ലാർജർ പാരഡൈംസിനാണ് നമ്മൾ അന്വേഷിക്കുന്നത്. അപ്പോൾ അതാണ് ശരിക്കും നൽഗ്രീൻ ഇത് മുന്നോട്ട് വെക്കുന്ന സംഭവം. കാരണം പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം നൽഗ്രീൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നത്, കാരണം ഒരു ഫിലോസഫി പൊളിറ്റിക്കൽ ഹിസ്റ്ററി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നത് കൊണ്ട് തന്നെ, എനിക്ക് പൊളിറ്റിക്കൽ ഹിസ്റ്ററി ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്നല്ല, പക്ഷേ ഇത്ര റീഡിങ്ങിൽ പൊളിറ്റിക്കൽ ഹിസ്റ്ററി ബാക്ക്ഗ്രൗണ്ട് കൊണ്ടുവരുമ്പോൾ ഈ സാമുൽ ഷിൽക്കാൻ്റെ സബാ മഹമ്മൂദിനുള്ള ക്രിട്ടിക്ക് ഭയങ്കര രസകരമാണ്. കാരണം ഈ സബാ മഹമ്മൂദ് ശരിക്കും ഈജിപ്തിലെ സ്ത്രീകളുടെ പയറ്റിയെക്കുറിച്ച് വർക്ക് ചെയ്ത ഒരു സ്കോളറാണ്, തലൽ അസദിൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ ഇവർ ഭയങ്കര ഇൻഡെപ്ത് ആയിട്ടുള്ള വർക്കാണ്, ശരിക്കും ഒരു ഫീൽഡിനെ തന്നെ മാറ്റിമറിച്ച വർക്കുകളിൽ പെട്ടതാണ് ശരിക്കും സബാ മഹമ്മൂദിൻ്റെ വർക്കുകളൊക്കെ. പക്ഷേ അതിന് സാമുൽ ഷിൽക്കെ പറയുന്ന ഒരു സംഭവമുണ്ട്, അതായത് ഇവർ ശരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തലറസത്തിൻ്റെ വർക്കുകൾ ഫെമിലിയർ ആളുകൾക്ക് അറിയാം. ശരിക്കും അത് മോഡേണിറ്റിയോടുള്ള ക്രിട്ടിക്കാണ്, അതായത് എൻലൈറ്റൻമെൻറ്റ്, മോഡേണിറ്റി, സെക്യുലറിസം, ഇത്തരം കാര്യങ്ങളോടുള്ള ക്രിട്ടിക്കാണ്. അപ്പോൾ ഇതിലെങ്ങനെയാണ് നമ്മളെ സെൽഫ്, അതായത് നമ്മളെ വിശ്വാസം, നമ്മുടെ പ്രാർത്ഥനകൾ, അപ്പോൾ ഇതൊക്കെ എന്താണ് ശരിക്കും ഒരു നമ്മുടെ അടിച്ചമർത്തലല്ല, മറിച്ച് നമ്മൾ തന്നെ നമ്മളെ രീതിയായി രൂപപ്പെടുത്തുന്ന രീതി, അതും ഫൂക്കോൾഡിയൻ ഇൻഫ്ലുവൻസ് ഉള്ളതാണ്. നമ്മളെങ്ങനെയാണ് സെൽഫായിട്ട് നമ്മളെ ഡിസിപ്ലിൻ ചെയ്യുന്നത് എന്നതിൻ്റെ ഭാഗമായിട്ട് ആണ് തലാസത് മുന്നോട്ട് വെക്കുന്നത്. അതിൻ്റെ മറ്റൊരു രീതിയാണ് സബാ മഹമ്മൂദ് മുന്നോട്ട് വെക്കുന്നത്. എങ്ങനെയാണ് ഈജിപ്തിലെ സ്ത്രീകൾ സെൽഫായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടും അവരെ പയറ്റി ഇത്തരം കാര്യങ്ങളൊക്കെ ശരിക്കും സെക്യുലറിസത്തിന് ബദലായിട്ടുള്ളൊരു ജീവിത രീതി മുന്നോട്ട് വെക്കുന്നതെന്ന് കാണിക്കുന്ന ഒരു വർക്കാണ് സബാ മഹമ്മൂദിൻ്റെ. അപ്പോൾ ഞാനത് പറയാൻ കാരണം സബാ മഹമ്മൂദിനെ സാമുൽ ഷിൽക്കെ കൊണ്ടുവരുന്ന ക്രിട്ടിക്ക് എന്ന് പറഞ്ഞാൽ ഇവർ എസെൻഷ്യലൈസ് ചെയ്യുന്നുണ്ട്, ആത്മീയതയെ ഭയങ്കരമായിട്ട് റൊമാൻറ്റിസൈസ് ചെയ്യുന്നതെന്നൊരു ക്രിട്ടിക്കാണ് ശരിക്കും സാമുൽ ഷിൽക്കെ കൊണ്ടുവരുന്നത്. കാരണം അദ്ദേഹം പറയുന്നത് കാസറ്റുകളെ കുറിച്ചൊക്കെ വർക്ക് ചെയ്യുന്നിടത്ത് പള്ളിയിൽ പോകുന്ന ആളുകൾ തന്നെ
റമദാൻ മാസം എന്ത് ചെയ്യും, നോൻപ് നോൽക്കും, പള്ളിയിൽ പോകും, എല്ലാ ഇതിനും നിസ്കരിക്കാം. പക്ഷെ അതേസമയം റമദാൻ കഴിഞ്ഞാൽ കള്ളു കുടിക്കുന്ന ആളുകളുണ്ട്, വ്യഭിചരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ അത് ഇസ്ലാമികമായിട്ട് തെറ്റാണെന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ കമ്പാർട്ട്മെൻറ്റലൈസ്ഡ് ആണ്. അതായത് മോഡേണിസത്തിനോടും സെക്യുലറിസത്തിനോടും വിമുഖമായി നിന്ന് സ്വന്തമായിട്ട് സെൽഫ് ബിൽഡ് ചെയ്യുക എന്നുള്ളതല്ല. അതായത് ഇവിടെ ഒരു എസെൻഷ്യലൈസേഷൻ നടക്കുന്നില്ല. അതായത് ഇതിന് ബദലായിട്ടൊന്ന് ഉണ്ടാക്കുക എന്നുള്ളതല്ല. ആളുകൾ അൺകോൺഷ്യസ് ആയിട്ട് ഇതിൻ്റെ രീതിയിൽ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇതേപോലെയാണ് ശരിക്കും നൈഗ്രീൻ ശരിക്കും നമ്മൾ ഈ സൗത്ത് ഏഷ്യൻ സ്റ്റഡീസിലും ഇതിനെ കൊണ്ടുവരുന്നത്. അതായത് ആധുനികത എന്നുള്ള സാധനം ശരിക്കും ഒരുപാട് ഏർലി ആൻറ്റി കൊളോണിയൽ ഡീകൊളോണിയൽ സ്കോളേഴ്സ് പറഞ്ഞ പോലെ നമ്മൾ ശരി, യൂറോപ്പ് തെറ്റെന്ന് പറയുന്നതിന് പുറമെ ശരിക്കും ഇത് നമ്മൾ എസെൻഷ്യലൈസ് ചെയ്യുന്നതിന് പകരം ഇതിൻ്റെ ഇടയിലൂടെ എങ്ങനെയാണ് ഒരു മനൂവർ ചെയ്തത്, ഈ സൗത്ത് ഏഷ്യയിലുള്ള ആളുകൾ ശരിക്കും ഇതിനിടയിലൂടെ എങ്ങനെയാണ് അവർ ജീവിച്ചത് എന്നാണ് ശരിക്കും നൈഗ്രീൻ കാണിക്കാൻ ശ്രമിക്കുന്നത്. അതായത് ഒരേ സമയം ജോലി ചെയ്യുകയും അതേസമയം വിശ്വാസം മുറുകെ പിടിക്കുകയും ചെയ്യേണ്ടവർ എന്ത് ചെയ്യും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഉറുക്കിൻ്റെ ഉദാഹരണമുണ്ട്. ശരിക്കും ഈ ബോംബെയിൽ ഉറുക്കുകളെ മാറ്റത്തിനെ പറ്റി നൈഗ്രീൻ രസകരമായ സംഭവം പറയുന്നത്, ആദ്യകാലത്ത് ഈ ഔറംഗാബാദിൽ നിന്ന് വന്ന തൊഴിലാളികൾ അവർക്ക് സൂഫികളെ എന്ത് ചെയ്യുക, മീഡിയേഷൻ വേണം. അപ്പോൾ ഇവർ ജോലി ആവുന്ന സമയത്ത്, ജോലിക്ക് മുൻപുള്ള സമയത്ത്, അതായത് ജോലി അന്വേഷിക്കുന്ന സമയത്ത് ഇവർ ദർഗകളിൽ പോവുകയും സൂഫികളെടുത്ത് പോവുകയും വലിയ വലിയ ദിക്കറുകൾ ചെല്ലും. ആദ്യഘട്ടം ഇവർക്ക് ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഇത്ര അധികം സമയമില്ല ചെല്ലാൻ. നേരത്തെ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ എപ്പോഴും അവിടെ തന്നെയാണ്. അപ്പോൾ ഇവർക്ക് വേണ്ടി ഈ ചെല്ലാനുള്ള ദിക്കറുകൾ ചുരുക്കി കൊടുക്കും. പിന്നെ ജോലിൻ്റെ കാഠിന്യം കൂടുമ്പോൾ കുറച്ചും കൂടി ചുരുക്കി കൊടുക്കും. പിന്നെ ചെല്ലാൻ സമയമില്ലാതാകുമ്പോൾ ഉറുക്കാക്കി കൊടുക്കും. അപ്പോൾ ശരിക്കും ഈ ക്യാപിറ്റലിസത്തിനോടും ഇൻഡസ്ട്രിയലൈസേഷനോടും കൂടെ തന്നെ അതിൻ്റെ രീതിയിൽ എങ്ങനെയാണ് ഇതിനെ മാറ്റിക്കൊണ്ടിരുന്നത്. അപ്പോൾ ശരിക്കും ഇത് രണ്ട് കമ്പാർട്ട്മെൻറ്റായിട്ട് സെക്യുലറിസത്തിനോട് എങ്ങനെ എതിരായി നിന്നു എന്നുള്ളതല്ല, ഇതിൻ്റെ ഇടയിലൂടെ ഇവരെങ്ങനെ മനൂവർ ചെയ്തു. അതായത് ക്യാപിറ്റലിസം മതത്തിനോട് കൂടെയും അല്ലെങ്കിൽ മതവും ആത്മീയതയും ക്യാപിറ്റലിസത്തിനോടും ഇൻഡസ്ട്രിയലൈസേഷനും കൂടെ എങ്ങനെ പോയി, ഇത്തരം ലെയറുകളാണ് ശരിക്കും ഹെട്രോട്ടോപ്പിയയിലൂടെ നൈഗ്രീൻ മുന്നോട്ട് വെക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഈ തലലസദിനെയും അതുപോലെ തന്നെ സബാ മഹ്മൂദിനെയൊക്കെ കൊണ്ടുവന്നതാണ് ഇതിനൊരു പൊളിറ്റിക്കൽ ഡൈമെൻഷൻ. അതായത് സെക്യുലറിസം, എൻലൈറ്റൻമെൻറ്റ്, ഡെമോക്രസി, ഇത്തരമുള്ള ലാർജർ ഫ്രെയിംവർക്കുകളോട് വിമുഖത, അതായത് തിയററ്റിക്കൽ ക്രിട്ടിക്കലായിട്ട് നിൽക്കുന്നത് എങ്ങനെയാണെന്നല്ല, അതിനിടയിലൂടെ മനൂവർ ചെയ്യുന്നത് എങ്ങനെയാണ്, മനുഷ്യന്മാരെങ്ങനെയാണ് കമ്പാർട്ട്മെൻറ്റലൈസ്ഡ് ആയി നിൽക്കുന്നത് എന്നുള്ളത്. അതായത് നേരത്തെ റിയാസ് പറഞ്ഞ അസംബ്ലാജ് എന്ന് പറയും, അതായത് വ്യത്യസ്ത സാധനങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. ഒരു സ്വന്തമായ സെൽഫ് എന്നതിനേക്കാളപ്പുറം വ്യത്യസ്ത സമയങ്ങളിലും കാലങ്ങളിലും ഇതിലൂടെ കടന്നു പോകുന്ന പലതുമാണ് മനുഷ്യനെന്നാണ് ശരിക്കും നൈഗ്രീൻ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ ഒരു വലിയൊരു ഹിസ്റ്റോറിക്കൽ വേർഷനാണ് ഹെട്രോട്ടോപ്പിയ എന്നാണ് ഞാൻ പറയുന്നത്. ഇനി ഇതിന് ഒരു റിയാസിനോടും കൂടെ ഒരു കാര്യം ചോദിച്ചിട്ട് ഞാൻ മൊത്തം നമ്മളെ കേൾക്കുന്നവർ ഇതിലിടപെട്ട് സംസാരിക്കാൻ വേണ്ടി അവർക്ക് മൈക്ക് കൈമാറാം. സൂക്ഷ്മ ചരിത്രം എന്നുള്ളത് പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ ഇദ്ദേഹം പറയുന്നൊരു പോയിൻ്റ്, പല ഭാഷകൾ, സ്വാഹിലി പോലെ, ഗുജറാത്തി പോലെ, ഉറുദു എന്തുകൊണ്ട് അവഗണിക്കപ്പെടുന്നു, മൊത്തത്തിലുള്ളൊരു ഫ്രെയിം, ഇതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ സൂക്ഷ്മ ചരിത്രം മുന്നോട്ട് വെക്കുന്ന സാധ്യതകൾ എന്താണ്, വെല്ലുവിളികൾ എന്താണ്, അതിനെക്കുറിച്ചിട്ടൊന്ന് പറയാം. ഇപ്പോൾ മൈക്രോ ഹിസ്റ്ററി, സൂക്ഷ്മചരിത്രം ചെയ്യുന്നതിലൂടെ നമുക്ക് സമൂഹത്തിനുള്ളിലുള്ള വ്യത്യസ്തതകളെ പുറത്തു കൊണ്ടുവരാനാവും. അതാണ് നൈഗ്രീൻ ഉദ്ദേശിക്കുന്ന ഒരു മെയിൻ, ഒരു മൾട്ടിപ്പിൾ മൈക്രോ ഹിസ്റ്റോറിക്കൽ ആർക്കൈവ് കൊണ്ടുവരുമ്പോൾ നടക്കുന്നത് ഒരു കോമണാലിറ്റി ഓഫ് ഒരു എക്സ്പീരിയൻസസ്, ദെൻ ഓൾസോ വിത്ത് ദി ഡിഫറൻസസ് ഇൻ ദി എക്സ്പീരിയൻസസ്. ഇത് കാണിക്കുന്നതിലൂടെ ഒരു സോർട്ട് ഓഫ് ഒരു മാക്രോ ഹിസ്റ്ററി, ഒരു സ്ഥൂല ചരിത്രത്തിലേക്കുള്ള ഒരു ലൈക്ക് മൾട്ടിപ്പിൾ സ്റ്റെപ്പുകളാണ് ഓരോ ആർക്കൈവൽ സോഴ്സുകളിൽ നിന്ന് കിട്ടുന്ന ഓരോ, ഈവൻ മൈന്യൂട്ടസ്റ്റ് ആയിട്ടുള്ള ഓരോ ഡീറ്റെയിൽസും. ഇപ്പോൾ മൈക്രോ ഹിസ്റ്ററി ചെയ്യുന്ന ഒരാൾക്ക് വ്യത്യസ്ത രീതികളിൽ ഒരു സംഭവത്തെ ഒരാൾക്ക് കാണാൻ എന്നെ സാധിക്കും. ഇപ്പോൾ ഒരു ഇവൻറ്റ്, ഒരു ബോംബെ പോർട്ടിലെ ഒരു ഹജ്ജ് യാത്ര, ഒരു ഹജ്ജ് എക്സ്പീരിയൻസ് എന്നുള്ള ഒരു ബേസ്ഡ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ, ആ ഒരു എക്സ്പീരിയൻസുകളെ മൾട്ടിപ്പിൾ സോഴ്സുകൾ ഉപയോഗിച്ചിട്ട് ആ ഒരു ചെറിയൊരു ഇവൻറ്റിനെ ഒരു ചെറുതും പക്ഷേ ആളുകൾക്ക് കൂടുതൽ അറിയാത്ത രീതിയിലുള്ള കുറേ എക്സ്പീരിയൻസുകളെ ലാർജർ സെറ്റ് ഓഫ് സോഴ്സുകൾ ഉപയോഗിച്ചിട്ട് അത് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ ലിമിറ്റേഷൻസ് പറയുന്നത് ശരിക്കും സൂക്ഷ്മ ചരിത്രങ്ങൾ നമുക്ക് ഒരു സംഭവത്തെ പഠിക്കണമെങ്കിൽ ഒരു ഭാഷാപരമായിട്ടുള്ള ഒരു ആക്സസ്, ആ ആക്സസ് ലിംഗ്വിസ്റ്റിക് ആക്സസിലൂടെയാണ് കൂടുതലായിട്ടും
നമുക്ക് ഈ ഒരു സൂക്ഷ്മ ചരിത്രം എക്സ്പാൻഡഡ് ആയിട്ട് എക്സ്റ്റെൻസീവായിട്ടുള്ള ഒരു അക്കൗണ്ടിലേക്ക് എത്താൻ പറ്റുക. അത് നൈൽ ഗ്രീൻ കാണിക്കുന്ന ഒരു രീതി ഈ മൈക്രോ ഹിസ്റ്ററി ചെയ്യാൻ ഉപയോഗിക്കുന്ന രീതികൾ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ലാംഗ്വേജ് സോഴ്സുകളിലേക്ക് പോയി ഒരു 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 ഫിനോമിനയെ പഠിക്കുക. ഉദാഹരണം, ഇസ്ലാം ആൻഡ് ബുദ്ധിസം ഒരു അതിനെക്കുറിച്ചുള്ള കുറേ ഡിസ്കഷൻ വരുമ്പോൾ അതിൽ എൻഗേജ്മെൻറ്റ്സ് എങ്ങനെയായിരുന്നു, ഉറുദുവിലുള്ള ബുദ്ധിസ്റ്റ് ഇസ്ലാമിക് എൻകൗണ്ടേഴ്സിനെ കുറിച്ചുള്ള പഠനങ്ങൾ, ഏതൊക്കെ രീതിയിലുള്ള ഈവൻ നമ്മളതിൻ്റെ ഒരു ജനറൽ ആയിട്ടുള്ള പഠനങ്ങളല്ലാതെ എന്തൊക്കെ തരത്തിലുള്ള ആളുകൾ, ഏതൊക്കെ രീതിയിലുള്ള ഇൻ്റലക്ച്വൽസ് ഈവൻ ആൻറ്റി കൊളോണിയൽ അങ്ങനത്തെ കാറ്റഗറിയിൽ മാറി നിന്ന് വെറും ഒരു മാഗസിൻ്റെ ഉള്ളിൽ വന്ന ഒരു ചെറിയൊരു ആർട്ടിക്കിൾ ഉപയോഗിച്ചിട്ട്, അതുപോലെ ഒരു പാംഫ്ലെറ്റ് ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൂലയിലുള്ള എഴുതിയ ഒരാളുടെ ഒരു ടെക്സ്റ്റ് ഉപയോഗിച്ചിട്ട് ഒക്കെ ചെയ്യുന്ന, അതും അറബിക്കിൽ, ഉറുദുവിൽ, ഗുജറാത്തിയിൽ, സ്വാഹിലികളിൽ, ഈവൻ ഉറുദു ഇൻ ഡിഫറെൻറ്റ് കോണ്ടിനെൻറ്റ്, ഉറുദു ഇൻ ആഫ്രിക്കൻ കോണ്ടിനെൻ്റ് എന്നുള്ളൊരു സാധനത്തിൽ മൂപ്പർ പറയുന്ന കുറേ സാധനങ്ങളുണ്ട്. അതുപോലെ ലിമിറ്റേഷൻസ്, ഭാഷാപരമായിട്ടുള്ള ലിമിറ്റേഷൻസ് അതിലൊരു പ്രധാന ഘടകമാണ്. ഇപ്പോൾ ഒരു സാധനത്തെ ഒരു പെർട്ടിക്കുലർ ലാംഗ്വേജ് ഫോക്കസ് എന്ന് നോക്കുമ്പോൾ അതിനുള്ള ഒരു ബാരിയർ എന്ന് വരുന്നത് നമുക്ക് അതിനെ ലാർജർ കോണ്ടെക്സ്റ്റിലോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആക്ടേഴ്സുമായിട്ട് കണക്ട് ചെയ്ത് ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോൾ നേരത്തെ ഇവർ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ ഗ്ലോബലൈസേഷൻ എന്നുള്ള ഒരു ഫിനോമിന എടുക്കുകയാണെങ്കിൽ ഏത് രീതിയിലാണ് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ്, അനന്തരഫലത്തിനനുസരിച്ചാണ് നമ്മൾ നൈൽ ഗ്രീൻ ഈ കണക്റ്റഡ് ഹിസ്റ്ററീൻ്റെ അപ്പുറം അനന്തരഫലം എന്താണെന്നുള്ളതാണ്. ഉദാഹരണം, വേറൊരു ഉറുദു പഠിച്ച ഒരു പണ്ഡിതൻ ജപ്പാനിൽ പോയി, അല്ലെങ്കിൽ ഒരു മുസ്ലിം പണ്ഡിതൻ ജപ്പാനിൽ പോയി, ജപ്പാനിൽ ഒരു സൗത്ത് ഏഷ്യൻ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു പള്ളി പണിയുന്നു, അല്ലെങ്കിൽ ഒരു മാഗസിൻ നടത്തുന്നു. ഇങ്ങനത്തുള്ള കുറേ സാധനങ്ങൾ നമുക്ക് നൈൽ ഗ്രീൻ്റെ കുറേ വ്യത്യസ്ത എഴുത്തുകൾ എടുത്തു നോക്കുമ്പോൾ നമുക്ക് കുറേ മനസ്സിലാവും. ഇപ്പോൾ സാധാരണ ഒരു ഉദാഹരണത്തിന് ചെറിയൊരു ഒരു ടെക്സ്റ്റ് നമ്മുടെ നാട്ടിൽ പ്രൊഡ്യൂസ് ചെയ്തെന്ന് വിചാരിക്കാം. ഉദാഹരണം, ഒരു ദലായിൽ ഖൈറാത്തിൻ്റെ ഒരു ടെക്സ്റ്റ്, ഒരു റസൂലിനെ കുറിച്ചുള്ള വർണ്ണന, അല്ലെങ്കിൽ മക്ക മദീനയെക്കുറിച്ചുള്ള വർണ്ണനയെ കുറിച്ച് ചെറിയൊരു ടെക്സ്റ്റ്. ആ ടെക്സ്റ്റിനെ നമ്മൾ അതിൻ്റെ വ്യത്യസ്ത ഭാഷാ തലങ്ങളിൽ ഏതൊക്കെ രീതിയിൽ അതിൻ്റെ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ നടന്നു, ആർട്ട് ഹിസ്റ്റോറിക്കൽ രീതിയിലുള്ള പഠനങ്ങൾ പോസിബിളാണോ, ഇതൊക്കെ ഒരു ചെറിയൊരു സാധനം വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നത്. പക്ഷേ ആ ഒരു സാധനത്തെ ഒരു ചെറിയൊരു സാധനത്തെ മനസ്സിലാക്കാൻ ഒരു ഭാഷയിൽ മാത്രമല്ല മറ്റുള്ള ഭാഷയിലും കൂടി ചികഞ്ഞന്വേഷിക്കുമ്പോൾ അത് ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു പൂർണ്ണമല്ലെങ്കിലും ഒരു രീതിയിൽ പൂർണ്ണതയിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ മൈക്രോ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവിന് അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. ഭാഷാപരമായിട്ടുള്ള ആക്സസ് ഇതിൻ്റെ സാധ്യതകളെ കൂട്ടുന്നതോടൊപ്പം നമുക്ക് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നൈൽ ഗ്രീനെ കാണാൻ പറ്റുന്നത് ഗ്ലോബൽ ഇസ്ലാം എന്നുള്ള ഒരു ഗ്ലോബലൈസേഷൻ, ഇസ്ലാമിക് ഗ്ലോബലൈസേഷൻ, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ആഗോളവൽക്കരണത്തിൻ്റെ സമയത്ത് എന്തൊക്കെ തരത്തിലുള്ള ഇൻഫ്ലുവൻസ് മൾട്ടിപ്പിൾ റീജിയൻസിൽ നടത്തി, അതിൻ്റെ ഒരു അനന്തരഫലമായി നൈൽ ഗ്രീൻ കാണുന്നത് ഒരു പ്രിൻ്റ് കൾച്ചർ ആ ഒരു ഭാഷകളിൽ സൗത്ത് ഏഷ്യൻ മുസ്ലിംസ് എൻഗേജ് ചെയ്യുന്ന ജാപ്പനീസ് അല്ലെങ്കിൽ ബർമീസ് ആളുകൾ പോയിട്ടുള്ള മിഷണറി ആക്ടിവിറ്റീസ് നടത്തുന്ന മുസ്ലിംസ് ആ ഒരു ഭാഷകളിൽ എന്തൊക്കെ തരത്തിലുള്ള പ്രിൻ്റ് കൾച്ചർ കൊണ്ടുവന്നു, എന്തൊക്കെ തരത്തിലുള്ള പ്രിൻ്റ് ടെക്സ്റ്റുകൾ പ്രിൻ്റ് ചെയ്തു, എന്തൊക്കെ തരത്തിലുള്ള ടെക്സ്റ്റുകൾ സർക്കുലേറ്റ് ചെയ്തു, ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഒരു ഭാഷാപരമായിട്ടുള്ള ഒരു ആക്സസ് മസ്റ്റാണ്.
അപ്പോൾ ആ ഒരു ഭാഷയിലേക്കുള്ള ആക്സസിൻ്റെ ഒരു എക്സസ് നൈൽഗീൻ്റെ വർക്കുകളിൽ കാണാവുന്നതാണ്. അപ്പോൾ ഈ ഭാഷയുടെ ആക്സസിനപ്പുറം ബാക്കിയുള്ള കുറേ സാധനങ്ങൾ സൂഫിസത്തിൻ്റെ വിഷയങ്ങളാണെങ്കിലും അതേപോലെ ഗ്ലോബൽ ഇസ്ലാമിൻ്റെ കാര്യങ്ങളിലാണെങ്കിലും അതിലപ്പുറം സമുദ്ര ചരിത്രങ്ങളുടെ കാര്യങ്ങളിലാണെങ്കിലും ഈ ഓരോ രീതിയിലും ഓരോ തലത്തിലും ഒരു ചെറിയ സംഭവ വികാസത്തെ എക്സ്പാൻഡ് ചെയ്ത് കാണിക്കാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു മൈക്രോ ഹിസ്റ്റോറിക്കൽ മെത്തേഡ് അത് സാധ്യമാണ്. പുസ്തകം ലോഞ്ച് ചെയ്തിട്ട് നമുക്ക് ബാക്കി ഡിസ്കസ് ചെയ്യാം. ഇത് ലോഞ്ച് ചെയ്യുമ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ 100 പേജായിട്ട് ഉദ്ദേശിച്ച പുസ്തകമാണ്. അപ്പോൾ അൻവർ നമുക്ക് തന്ന വർക്ക് ഒരു 300-400 പേജിൻ്റെ ലെങ്ത്താണ്. അപ്പോൾ വളരെയധികം അൻവറുമായിട്ട് നമ്മൾ യുദ്ധം നടത്തിയിട്ടാണ് ഈ ഇത്രയും പേജിലേക്ക് ഇത് ചെയ്തത്. അപ്പോൾ ആ സമയത്തൊക്കെ കുറേ നമ്മൾ തമ്മിലുള്ള എന്താ പറയുക, ഒരു എഡിറ്റർമാരുണ്ട്, ധാരാളം എഡിറ്റർമാരുണ്ട്. നൗഷാദാണ് കൂടുതൽ ഇതിൽ വർക്ക് ചെയ്തിട്ടുള്ള എഡിറ്റർ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ഈ പ്രകാശനത്തിലൂടെ ആവിയായി പോയി എന്ന് വിചാരിക്കുന്നു. ഞാൻ നൈൽഗീൻ്റെ എല്ലാ വർക്കുകളും വായിച്ചിട്ടില്ല. ആർട്ടിക്കിൾ ആണ് മെയിൻ. ഉദാഹരണം മെത്തഡോളജിക്കൽ ഇൻ്റർവെൻഷൻ നടത്തുന്ന ആർട്ടിക്കിൾസാണ് എൻ്റെ ഇഷ്ട ആർട്ടിക്കിൾസ്. കുറേ മിഡിൽ ഈസ്റ്റ് എന്താണ്, ഇന്തോനേഷ്യൻ എന്താണ്, അറബിക്, അതേപോലെ പുതിയ വന്ന ആർട്ടിക്കിൾസൊക്കെ വെരി ഇൻട്രസ്റ്റിംഗ് ആണ്. ഇവൻ ഉറുദുവിൽ ഇങ്ങനെ ആർട്ടിസ്റ്ററിക്കൽ പെർസ്പെക്റ്റീവ് കൊണ്ടുവരാം. അതുപോലെ ട്രാൻസ് ഇമ്പീരിയർ റിലീജിയോസിറ്റി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അങ്ങനത്തെ കുറേ സാധനങ്ങൾ. അപ്പോൾ ഈ പുസ്തകം വായിക്കുമ്പോൾ ഇത് നമ്മൾ മലയാളത്തിൽ എഴുതപ്പെട്ടത് കൊണ്ട് തന്നെ കേരളത്തിലുള്ള സ്റ്റുഡൻസിന് ഭയങ്കര ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടെക്സ്റ്റായി എനിക്ക് മനസ്സിലായത്. കാരണം ഇറ്റ്സ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് അനലിറ്റിക്കൽ ക്വാളിറ്റി. കാറ്റഗറി വെച്ചിട്ട് 1, 2, 3 ഗ്ലോബൽ ഇസ്ലാമിലെ വർക്ക് ചെയ്യുന്ന സാധനങ്ങൾ, അതിൻ്റെ ക്രിട്ടീക്കുകൾ, അതിനപ്പുറം നൈൽഗീൻ്റെ പൊസിഷനുകൾ ഹിസ്റ്ററി ചെയ്യുന്ന സ്റ്റുഡൻസിനും അല്ലാത്തവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടെക്സ്റ്റായി ഞാൻ മനസ്സിലാക്കി. കാരണം ഞാനിത് വായിക്കുമ്പോൾ കുറേ സാധനം പഠിക്കുമായിരുന്നു. ഞാൻ കൂടുതലായിട്ട് വായിച്ചത് ഹജ്ജിന് വേണ്ടിയുള്ള കുറേ സാധനം വായിച്ചല്ലാതെ. പക്ഷേ ഇത് വായിക്കുമ്പോൾ ഒരു 4 അധ്യായങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് എൻ്റെ വർക്കിൽ എന്തൊക്കെ രീതിയിൽ ഇതിന് റെസൊനേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു റീഡർ അല്ലെങ്കിലും ഇറ്റ്സ് ലൈക്ക് എ റീഡർ. ഒരാളെ മനസ്സിലാക്കാൻ പറ്റും, ഒരാൾ എങ്ങനെ ഒരു റിസർച്ച് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു ടെക്സ്റ്റ് ആണ്. ആൻഡ് ദി ട്രാൻസ്ലേഷൻ ഈസ് സോ ഗുഡ്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. എൻ്റെ പേര് ഇഹ്സാൻ, ഞാൻ PhD സ്റ്റുഡൻ്റാണ്. സൂഫിസം ആണ് ഞാൻ വർക്ക് ചെയ്യുന്ന ഏരിയ, ഹിസ്റ്ററി ഓഫ് സൂഫിസം ഇൻ സദേൺ ഏഷ്യ. അതുകൊണ്ട് തന്നെ നൽകീൻ്റെ സൂഫിസത്തെ റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകളാണ് ഞാൻ ആദ്യം വായിച്ചിട്ടുള്ളതൊക്കെ. ഒരുപാട് എഴുതിയിട്ടുണ്ടല്ലോ ആൾ സൗത്ത് ഏഷ്യയിലെ സൂഫിസത്തെ പറ്റി. അല്ല, ഞാൻ ചോദിച്ചത് ടെൽ മോർ ക്വസ്റ്റ്യനാണ്. എന്താ ചാപ്റ്ററൈസേഷൻ എന്താണ്, ഞാൻ കണ്ടിട്ടില്ല കണ്ടൻറ് പേജ്. പ്രത്യേകിച്ച് ഇതിനൊരു ഓൺലൈൻ വ്യൂവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ചാപ്റ്ററൈസേഷൻ ചെയ്തിട്ടുള്ളത്, പ്രത്യേകിച്ച് ഇത്രയും വൈഡായിട്ട് ഉള്ള, ഇപ്പോൾ റിലീജിയസ് എക്കണോമി മുതൽ സൂഫിസം മുതൽ പലതരത്തിലും ലാംഗ്വേജിലും, ഇപ്പോൾ ലാംഗ്വേജസ് ഇന്ത്യൻ ഓഷ്യൻ എന്ന് പറഞ്ഞിട്ട് മുമ്പ് റൗണ്ട് ടേബിളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അതിനുശേഷം അറബിക് ഇൻ സൗത്ത് ഏഷ്യ റൗണ്ട് ടേബിൾ ചെയ്തു. അപ്പോൾ എങ്ങനെയാണ് ലാംഗ്വേജ് ടു എക്കണോമി ഒരു വൈഡ് സ്പെക്ട്രം സ്കോളർഷിപ്പുള്ള ആളുടെ വർക്കുകൾ എത്ര ചാപ്റ്ററായിട്ട് 4 ചാപ്റ്റർ എത്രയാണ്? അതെ, 4 ചാപ്റ്ററായിട്ട് എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്, അതിലൊന്നുള്ള ചാലഞ്ചസ്, അല്ലെങ്കിൽ അതിൽ നിന്നുള്ള നിങ്ങൾ എന്തൊക്കെ ക്രിയേറ്റീവ് ടേക്കാണ് പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു ഹാൻഡ് ബുക്ക് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ചെയ്തിട്ടുള്ളത്? ഈ പുസ്തകം 4 ചാപ്റ്ററാണ് പ്രധാനമായിട്ട്. ഫസ്റ്റത്തെ ചാപ്റ്റർ സൂഫിസത്തിനെ കുറിച്ചിട്ട്, രണ്ടാമത്തത് സമുദ്ര ചരിത്രം, മാരിടൈം ഹിസ്റ്ററിനെ കുറിച്ചിട്ട്, അതിൻ്റെ നൈഗ്രീൻ എങ്ങനെയാണ് അതുമായിട്ട് എൻഗേജ് ചെയ്യണമെന്നുള്ളത്.
മൂന്നാമത്തത് ശരിക്കും റിലീജിയസ് എക്കോണമി എന്ന് പറയുന്ന നൈഗിൻ്റെ ഒരു കോർ ഐഡിയ ആണ്. ടെറൈൽസ് ഓഫ് എക്സ്ചേഞ്ച്, അതുപോലെ തന്നെ ബോംബെ ഇസ്ലാം തുടങ്ങിയ പ്രധാന പുസ്തകങ്ങളിലും പിന്നെ അതിന് ശേഷം അങ്ങോട്ടുള്ള വർക്കുകളിലൊക്കെ നൽകിയിട്ട് ശരിക്കും എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഇംപ്ലിസൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തഡോളജിയാണ് റിലീജിയസ് എക്കോണമി. അത് എന്തൊക്കെയാണ്, അതിൻ്റെ ഫോർമേഷൻ എങ്ങനെയാണ് നടക്കുന്നത് എന്നതിനെക്കുറിച്ചിട്ടും. നാലാമത്തെ ശരിക്കും മുസ്ലിം ഗ്ലോബലൈസേഷൻ, മൾട്ടിപ്പിൾ മുസ്ലിം ഗ്ലോബലൈസേഷൻ, ശരിക്കും മുസ്ലിങ്ങൾ എങ്ങനെയാണ് ശരിക്കും ഗ്ലോബലൈസേഷനോട് എൻഗേജ് ചെയ്തത്, അതിനോട് എങ്ങനെയാണ് മനൂവർ ചെയ്തത്, അതിലൂടെ എങ്ങനെയാണ് സഞ്ചരിച്ചതിനെക്കുറിച്ചുള്ള 4 ചാപ്റ്ററാണ്. അപ്പോൾ കുറച്ചും കൂടി എലാബറേറ്റ് ചെയ്യുകയാണെങ്കിൽ ശരിക്കും ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ ഗ്ലോബൽ സൂഫിസം ഹിസ്റ്ററി ആൻഡ് ഹിസ്റ്റോറിയോഗ്രഫി, ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ. അപ്പോൾ ശരിക്കും എങ്ങനെയാണ് ശരിക്കും സൂഫിസത്തിനെ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറി, സൂഫിസം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്, അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന വേർഡ്. അപ്പോൾ ഞാനത് 5 വർഷം മുൻപ് എഴുതിയ വർക്കാണ്. ശരിക്കും ഇപ്പോൾ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഇപ്പോൾ റിയാസ് പറഞ്ഞ പോലെ ഇതിൽ ഒരുപാട് കാറ്റഗറികൾ ഉപയോഗിച്ചാൽ നൈഗ്രീനെ സിംപ്ലിഫൈ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരർത്ഥത്തിൽ അത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് ആ സാധനം. പക്ഷെ മറ്റൊരർത്ഥത്തിൽ ഒരു ഹിസ്റ്റോറിയൻ എന്നുള്ള രീതിയിൽ, പ്രൊഫഷണൽ ഹിസ്റ്റോറിയൻ എന്നുള്ള രീതിയിൽ നോക്കുന്ന സമയത്ത്, ന്യൂവാൻസുകളിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്കതിൻ്റെ ലിമിറ്റേഷൻസ് മനസ്സിലാവും. പക്ഷേ ഏതൊരു ആൾക്കും, അക്കാഡമിക് ഫീൽഡിലേക്ക് വരുന്ന ഏതൊരാൾക്കും അറിയാവുന്നത് പോലെ തന്നെ കാറ്റഗറികൾ പ്രോബ്ലമാറ്റിക്കാണ്. പക്ഷെ നമ്മൾ എപ്പോഴും തുടങ്ങുന്നത് കാറ്റഗറികളിൽ നിന്നാണ്. കാരണം നമ്മൾ തുടങ്ങുന്നത് പതുക്കെ അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാറ്റഗറികളിൽ നിന്ന് തുടങ്ങുന്നത്. അപ്പോൾ ഇതിനങ്ങനെ തന്നെ കാണണമെന്നാണ് ഞാൻ എല്ലാവരോടും ആവശ്യപ്പെടുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ശരിക്കും സൂഫിസത്തിലെ അതോറിറ്റി അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഈ 2 സോഷ്യോളജിക്കൽ ഐഡിയാസ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്, അതിൻ്റെ എവല്യൂഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ്. പിന്നീട് സൂഫിസത്തിൻ്റെ ആഗോള ചരിത്രം, അത് ഭയങ്കര ഒരു സർവേ ഭാഗമാണ്. ശരിക്കും 8-9 നൂറ്റാണ്ട് മുതൽ ശരിക്കും 21-ാം നൂറ്റാണ്ട് വരെ ശരിക്കും സൂഫിസത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻസ്, എവല്യൂഷൻസ് എങ്ങനെയാണ് ഓരോ ഘട്ടങ്ങളിലും, അതായത് ശരിക്കും ബഗ്ദാദിൽ നിന്ന് ശരിക്കും മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയും പിന്നീട് തിരിച്ച് ബഗ്ദാദിലേക്ക് എങ്ങനെയാണ് സൂഫിസം എത്തുന്നത് എന്നതിനെക്കുറിച്ചിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഇതാണ്. അത് ആധുനിക കാലഘട്ടങ്ങളിൽ സൂഫിസത്തിന് വന്ന മാറ്റങ്ങൾ, ടെക്നോളജി അവരെങ്ങനെ എംബ്രേസ് ചെയ്തു അല്ലെങ്കിൽ അവർ എങ്ങനെ ഉപയോഗിച്ചു, ഇത്തരം കാര്യങ്ങളാണ് ആഗോള സൂഫി ചരിത്രത്തിൽ പറയുന്നത്. പിന്നീട് ഒരു ഹിസ്റ്റോറിയോഗ്രാഫിയാണ്. സൗത്ത് ഏഷ്യൻ സൂഫി സ്റ്റഡീസിൽ വന്നിട്ടുള്ള ഹിസ്റ്റോറിയോഗ്രാഫിക്കൽ ഇൻ്റർവെൻഷൻ, അതൊരു സർവേ ചാപ്റ്ററാണ്. അപ്പോൾ നൽകി എന്തൊക്കെയാണ് ഇതുവരെ വന്നിട്ടുള്ള പഠനങ്ങൾ, അതിൻ്റെ പരിമിതികൾ എന്തൊക്കെയാണ്, ഇനി പുതിയ സാധ്യതകൾ എന്തൊക്കെയാണ് നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടതെന്നുള്ള നൽകി സജഷൻസും കൂടിയുള്ള ഒരു ഭാഗമാണ് അത്. പിന്നീട് ശരിക്കും സൂഫിസത്തിൻ്റെ ലോക്കൽ ഹിസ്റ്ററികൾ എങ്ങനെയാണ് ശരിക്കും നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മൈക്രോ ഹിസ്റ്ററി ചെയ്യുക, ഔറംഗാബാദിലെ സൂഫികളെക്കുറിച്ച് എങ്ങനെ മനസ്സിലാക്കാം, ബോംബെയിലെ സൂഫികളെക്കുറിച്ച് എങ്ങനെ മനസ്സിലാക്കാം, ഹൈദരാബാദിലെ ശരിക്കും ബ്രിട്ടീഷ് ബറ്റാലിയനിലുള്ള പട്ടാളക്കാർക്കിടയിലുള്ള സൂഫികളെ എങ്ങനെ മനസ്സിലാക്കാം, ഇതിൻ്റെ അടരുകളെക്കുറിച്ചിട്ടും മൈക്രോ ലെവലിലുള്ള സൂഫി ഇൻ്റർവെൻഷനുകളെ കുറിച്ചിട്ടാണ് 4ാമത്തെ ഭാഗം പറയുന്നത് ഈ ചാപ്റ്ററിൽ. പിന്നീട് മാരിടൈം ഹിസ്റ്ററി, സമുദ്ര ചരിത്രത്തിൻ്റെ ഭാഗത്ത് നമ്മൾ ആദ്യമായിട്ട് പറയുന്നത് ശരിക്കും ഇസ്ലാമിക് സ്റ്റഡീസ് അല്ലെങ്കിൽ ബ്രോഡർ മിഡിൽ ഈസ്റ്റേൺ സ്റ്റഡീസ് എന്ന് പറയുന്ന ഈ ഫീൽഡുകളിൽ മാരിടൈം ഹിസ്റ്ററീൻ്റെ പോസിബിലിറ്റീസ് എന്തൊക്കെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ മിഡിൽ ഈസ്റ്റേൺ സ്റ്റഡീസിൽ വർക്ക് ചെയ്യുന്നൊരു ഒരു സ്റ്റുഡൻ്റാണ്. അപ്പോൾ നമ്മൾ ഫീൽഡിൽ എപ്പോഴും മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന കാറ്റഗറി ഭയങ്കര പ്രോബ്ലമാറ്റിക് ആണ്. അതായത് ഉദാഹരണത്തിന് ഇപ്പോൾ ലിബനോൻ, അതായത് മൗണ്ട് ലിബനോൻ്റെ ഭാഗം, അതായത് ഇപ്പോൾ തറാബുൽസ്, ട്രിപ്പോളി എന്ന് പറയുന്ന സിറ്റിയും ജിദ്ദ എന്ന് പറയുന്ന സിറ്റിയും മിഡിൽ ഈസ്റ്റിൻ്റെ ഭാഗമാണ്. പക്ഷേ അത് തമ്മിലുള്ള ബന്ധങ്ങൾ എന്താണ്? അപ്പോൾ നമുക്ക് നോക്കുന്ന സമയത്ത് ശരിക്കും ഇപ്പോൾ ജിദ്ദയ്ക്ക് ശരിക്കും മിഡിൽ ഈസ്റ്റിലുള്ള ട്രിപ്പോളിയേക്കാൾ ബന്ധം ചിലപ്പോൾ സൗത്ത് ഏഷ്യയിലുള്ള മറ്റൊരു സിറ്റി ആയിട്ടായിരിക്കാം. ട്രിപ്പോളിക്ക് ശരിക്കും ജിദ്ദയേക്കാൾ ബന്ധം ശരിക്കും സിസിലി ആയിട്ടായിരിക്കാം, സദേൺ ഇറ്റലി സിറ്റി ആയിട്ടുള്ള സിസിലി ആയി. ഇത്തരം കണക്ഷൻസ് മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന കാറ്റഗറിയെ പ്രോബ്ലമാറ്റൈസ് ചെയ്യുന്നു. ഇത്തരം മാരിടൈം ഹിസ്റ്ററി ശരിക്കും ഈ ബ്രോഡർ ഫീൽഡുകൾ, ഇസ്ലാമിക് സ്റ്റഡീസ്, മിഡിൽ ഈസ്റ്റേൺ സ്റ്റഡീസ് എന്നീ ഫീൽഡുകൾ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ള പോസിബിലിറ്റീസാണ് ഫസ്റ്റ് ഭാഗം. രണ്ടാമത്തെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ഹെട്രോട്ടോപ്പിയ എന്ന് പറയുന്ന നൈഗ്രി മുന്നോട്ട് വെക്കുക എന്നല്ല, നൈഗ്രി വളരെ രസകരമായ ക്രിയേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു ഐഡിയ, കോസ്മോപൊളിറ്റിസം എന്ന് പറയുന്ന ഇന്ത്യൻ ഓഷ്യനിൽ വളരെ ഊട്ടിയുറപ്പിക്കപ്പെട്ട ഐഡിയകളുടെ നൈഗ്രിൻ്റെ എൻഗേജ്മെൻറ്റാണ്. മറ്റൊന്ന് ശരിക്കും മിഡിൽ ഈസ്റ്റും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു കണക്റ്റീവ് കമ്പാരിസൺ എന്ന് പറയുന്ന ഒരു ടേമാണ് നമ്മൾ ഡിസ്കഷനിൽ മിസ്സായി പോയതാണ്. ശരിക്കും മിസ്സായതല്ല, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞതാണ്. അതായത് നമ്മൾ വ്യത്യസ്ത വേൾഡ് എന്ന് പറയുന്ന ടേമാണ് നൈഗ്രി എംപ്ലോയ് ചെയ്യുന്നത്. വ്യത്യസ്ത, അത് ഇന്ത്യൻ ഓഷ്യൻ വേൾഡ്, അറ്റ്ലാന്റിക് വേൾഡ്, പസഫിക് വേൾഡ്, അതായത് ഈ മാരിടൈം നെറ്റ്വർക്കുകളെ മനസ്സിലാക്കാൻ നൈഗ്രി ഉപയോഗിക്കുന്ന ടേം വേൾഡ് എന്നാണ്. അപ്പോൾ ഇന്ത്യൻ ഓഷ്യൻ, അറ്റ്ലാന്റിക്, പസഫിക്, മെഡിറ്ററേനിയൻ എന്നിവയെ വ്യത്യസ്തമായി മനസ്സിലാക്കുന്നതിന് പകരം അതിനെ കണക്ട് ചെയ്യുകയും കമ്പയർ ചെയ്യുകയും ചെയ്യുന്നൊരു മെത്തഡോളജിയാണ് കണക്റ്റീവ് കമ്പാരിസൺ എന്ന് നൈഗ്രി വിളിക്കുന്നത്. അപ്പോൾ മെഡിറ്ററേനിയൻ എങ്ങനെ ഇന്ത്യൻ ഓഷ്യനായിട്ട് കണക്ട് ചെയ്യാം, മെഡിറ്ററേനിയൻ എങ്ങനെ നമുക്ക് അറ്റ്ലാന്റിക് ആയിട്ട് കണക്ട് ചെയ്യാം, ഇന്ത്യൻ ഓഷ്യൻ എങ്ങനെ പസഫിക് ആയിട്ട് കണക്ട് ചെയ്യാം, ഇത്തരം ചോദ്യങ്ങൾ കൂടി നൈഗ്രി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഡിസ്കഷനുകളെ കുറിച്ചിട്ടാണ് ശരിക്കും അടുത്ത ഭാഗം എന്ത് ചെയ്യുന്നത് ഇതിൽ ചർച്ച ചെയ്യുന്നത് 2ാമത്തെ ചാപ്റ്ററിൽ. 3ാമത്തെ ചാപ്റ്റർ ശരിക്കും റിലീജിയസ് എക്കോണമി എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് എനിക്ക് നൈഗ്രിനോടുള്ള വ്യക്തിപരമായിട്ടുള്ളൊരു വിയോജിപ്പ് എന്ന് പറയുന്നത് ശരിക്കും ഇത്തരം ഭയങ്കരമായിട്ടുള്ള
ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ടുള്ള സോഷ്യോളജിക്കൽ ടേമുകൾ അദ്ദേഹം ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ എക്കോണമി, അതോറിറ്റി, ഏജൻസി പോലുള്ള വേർഡുകൾ നമ്മൾ ഇസ്ലാമിക് സ്റ്റഡീസ് പഠിക്കുന്ന സമയത്ത് അദ്ദേഹം ചെയ്യുന്നത് സൂഫിസം ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിലും ലോക്കൽ ഹിസ്റ്ററി ഒക്കെ ആണെങ്കിലും ഇത്തരം ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ടുള്ള വേർഡുകൾ അദ്ദേഹം പല രീതിയിലായിട്ട് ഉപയോഗിക്കുന്നത്. ഉദാഹരണം ഗ്ലോബൽ ഇസ്ലാം എന്ന് പറയുന്നത് അത് ശരിക്കും ഒരു കാറ്റഗറിയാണ്, അതൊരു നൗൺ പോലെയാണ് ഗ്ലോബൽ ഇസ്ലാം. പക്ഷേ അദ്ദേഹം പറയുന്നത് ഒരുപാട് പ്രോസസ്സുകളെ കുറിച്ചാണ്, ഒരുപാട് വ്യത്യസ്ത പ്രക്രിയകളെ കുറിച്ചാണ്. പക്ഷേ അദ്ദേഹം വിളിക്കുന്ന വേർഡ് ഗ്ലോബൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു വേർഡാണ്. അപ്പോൾ ഇത്തരം കാറ്റഗറൈസേഷൻ ഉള്ളൊരു സ്കോളറാണ്. അപ്പോൾ അത് ചിലപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെട്ടേക്കാം എന്നുള്ള രീതിയിലായിരിക്കാം നൽകിനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ റിലീജിയസ് എക്കോണമി എന്ന് പറയുന്ന വേർഡ്, ഇവിടെ എക്കോണമി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു എക്കോണമിക് പെർസ്പെക്റ്റീവ് ഉണ്ട്. അതായത് ഡിമാൻഡ് സപ്ലൈസ് എന്നുള്ള രീതി, അതായത് ആളുകൾ ആവശ്യത്തിനനുസരിച്ചാണ് ഇങ്ങോട്ട് കൊടുക്കുന്ന മതം എന്ത് ചെയ്യുന്ന ആളുകൾക്ക് അവരവരെ ഫീഡ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ഒരു ഡിമാൻഡ് സപ്ലൈ ഐഡിയ അദ്ദേഹത്തിൻ്റെ. പക്ഷേ അദ്ദേഹം എന്തല്ല ഒരു മാർക്സിയൻ പെർസ്പെക്റ്റീവിലല്ല മതത്തെ കാണുന്നത്, എക്കോണമിക് മോഡലിലല്ല മതത്തെ കാണുന്നത്. കാരണം അദ്ദേഹം ഇവിടെ എക്കോണമി എന്ന് യൂസ് ചെയ്യുന്നത് ശരിക്കും ജാക്ക് ദഗീദൊക്കെ യൂസ് ചെയ്യുന്ന പോലെ, അതായത് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ഒരു ഐഡിയ ജാക്ക് ദഗീദ് പറയുന്നത്. അതായത് നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ അങ്ങോട്ട് കൊടുക്കുന്നതിനാണ് ശരിക്കും ഗിഫ്റ്റ് എന്ന് പറയുന്ന സംഭവത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചെന്തെങ്കിലും പ്രതീക്ഷിച്ച് ചെയ്യുന്ന കാര്യം എന്തും എക്കോണമിയാണ്, അതിന് ഇടപാടാണ്, അതൊരു വ്യവസ്ഥയാണ്, സാമ്പത്തികം എന്നല്ല, അതൊരു ഇടപാടാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വാലിറ്റി എന്നുള്ളതാണ് അതിൻ്റെ ഐഡിയ. അപ്പോൾ ഈ ഒരു അർത്ഥത്തിലാണ് അദ്ദേഹം റിലീസ് എക്കോണമി എന്ന് പറയുന്ന ഐഡിയ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ അദ്ദേഹം അത് തുടങ്ങുന്നത് മാക്സ് വെബറിനോടുള്ള ക്രിട്ടിക്കിലാണ്. മാക്സ് വെബറിൻ്റെ ശരിക്കും എൻചാൻറ്റഡ് റിലീജിയൻ, ഡിസെൻചാൻറ്റഡ് റിലീജിയൻ, അതായത് ശരിക്കും ആധുനികത വരുന്നതോടുകൂടി ആത്മീയത നഷ്ടപ്പെട്ടു പോകുന്നു, അതായത് ദിവ്യാത്ഭുതങ്ങൾ നഷ്ടപ്പെട്ടു, ഇങ്ങനെയുള്ള ഒരുപാട്. അപ്പോൾ ഇതിനോടുള്ള വിമർശനങ്ങളാണ് ആദ്യ ഭാഗം. രണ്ട് ശരിക്കും ഈ ഡിമാൻഡ് സപ്ലൈ എന്ന് പറയുന്ന ഈ ഒരു ഐഡിയ, മ്യൂച്വാലിറ്റിയിലൂടെ എങ്ങനെയാണ് ഇസ്ലാം രൂപപ്പെട്ടു വന്നത് എന്നുള്ളതാണ് ഈ റിലീജിയസ് എക്കോണമി എന്ന് പറയുന്ന കോർ ഐഡിയ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് അടുത്ത ഭാഗം. മറ്റൊന്ന് പിന്നെ രണ്ട് പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ് ശരിക്കും ബോംബെ ഇസ്ലാം, അതുപോലെ തന്നെ ടെറൈൻസ് ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന നൈഗ്രീനെ ശരിക്കും അടയാളപ്പെടുത്തിയ രണ്ട് പുസ്തകങ്ങളാണ് ഈ രണ്ട് പുസ്തകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് പുസ്തകങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു സമ്മറിയും അതുപോലെ തന്നെ അതിനോടുള്ള എൻഗേജ്മെൻറ്റാണ് ഈ ചാപ്റ്റർ. അതായത് പിന്നെ ലാസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ മുസ്ലിം ഗ്ലോബലൈസേഷൻ, അത് കുറച്ചുകൂടെ കണ്ടംപററി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അതായത് ശരിക്കും അതിലാണ് നൈൽ ഗ്രീനെ സംബന്ധിച്ചിടത്തോളം ഗ്ലോബൽ ഹിസ്റ്ററി എന്താണെന്നുള്ള ഒരു ഭാഗമാണ് അതിലെ ഫസ്റ്റ് ഭാഗം. അപ്പോൾ നൈൽ ഗ്രീൻ്റെ മെത്തഡോളജിയാണ് അതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്താണ് നൈൽ ഗ്രീനെ സംബന്ധിച്ചിടത്തോളം ഗ്ലോബൽ ഹിസ്റ്ററി, എവിടെയാണ് അതിൽ മൈക്രോ ഹിസ്റ്ററിയും മാക്രോ ഹിസ്റ്ററിയും തമ്മിൽ നൈൽ ഗ്രീൻ പ്ലേസ് ചെയ്യുന്നത്, അവ എങ്ങനെയാണ് ഒരുമിച്ച് ഉപയോഗിക്കുന്നത് എന്നുള്ള രീതി അതാണ് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊന്ന് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുസ്ലിങ്ങൾ എങ്ങനെയാണ് ഗ്ലോബലൈസേഷനോട് എൻഗേജ് ചെയ്ത് കുറച്ചുകൂടി കണ്ടംപററി, അത് 20ാം നൂറ്റാണ്ടിൽ നമ്മൾ ശരിക്കും നമ്മളൊരു കോമൺ സെൻസിക്കൽ ഐഡിയയിൽ ഇസ്ലാമിക് സ്റ്റഡീസിൻ്റെ മാപ്പിൽ വരാത്ത ഒരുപാട് സ്ഥലങ്ങളാണ്. ഇപ്പോൾ ജപ്പാന്, ബർമ്മ, ഇങ്ങനെയുള്ള ഒരുപാട് മ്യാൻമർ ഇപ്പോൾ ഇത്തരം ഏരിയകളിൽ ശരിക്കും ഇസ്ലാം എങ്ങനെയാണ് വ്യാപിച്ചത് ഇതിനെക്കുറിച്ചിട്ടും എൻഗേജ്മെൻറ്റുകളെ കുറിച്ചിട്ടൊക്കെയാണ്. പിന്നീട് പ്രധാനപ്പെട്ട നമ്മളിപ്പോഴും മിഡിൽ ഈസ്റ്റേൺ സ്റ്റഡീസിലാണോ സെൻട്രൽ ഏഷ്യൻ സ്റ്റഡീസിലാണോ എന്നൊക്കെ പ്ലേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നൊരു സ്ഥലമാണ് അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത്. ഹിസ്റ്റോറിക്കലി ഭയങ്കര റിച്ച് ആയിട്ടുള്ള, കൾച്ചറലി ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു റീജിയനാണ്. പക്ഷേ ഒരുപാട് പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ് കൊണ്ട് പല രീതിയിലും ഒരു ഹിസ്റ്റോറിക്കൽ പഠനങ്ങൾ നടക്കാൻ പറ്റാത്തൊരു ഏരിയയാണ് അഫ്ഗാനിസ്ഥാൻ. അപ്പോൾ നൈഗ്രീൻ ആക്സസ് ഉള്ള സമയത്ത് നൈഗ്രീൻ ഒരുപാട് അവിടെ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അഫ്ഗാനിസ്ഥാൻ്റെ മോഡേണിറ്റി, അതായത് അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന ഒരു പ്രദേശം, അതായത് നമ്മൾ ഇന്ന് കാണുന്ന നാഷണൽ സ്റ്റേറ്റ് അല്ല, ആ ഒരു പ്രദേശം, അതായത് സിൽക്ക് റോഡിൻ്റെ ഇതിൽ നിൽക്കുന്ന, മിഡിൽ ഈസ്റ്റിൻ്റെ ഇതിൽ നിൽക്കുന്ന, സെൻട്രലിൽ നിൽക്കുന്ന ഈ ഒരു പ്രദേശം എങ്ങനെയാണ് മോഡേണിറ്റിയെ എംബ്രേസ് ചെയ്തത്, അത് മോഡേണിറ്റി, അത് നമ്മൾ ടെക്നോളജിയെ സ്വീകരിക്കാൻ അതെങ്ങനെയാണ് സ്വയം പ്രിപ്പയർ ചെയ്തത്, ഇത്തരത്തിലുള്ള അഫ്ഗാനിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട്. കാരണം ബുദ്ധിസ്റ്റ് ഹിസ്റ്ററിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റീജിയൻ കൂടിയാണ് അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത്. കാരണം ആർട്ട് ഹിസ്റ്ററിയിൽ നമ്മൾ പ്രധാനപ്പെട്ട ഒരു വർക്കാണ് ഫിൻബർവാരി ഫ്ലഡിൻ്റെ ശരിക്കും ഈ അഫ്ഗാനിലെ പ്രതിമകളെ കുറിച്ചിട്ടൊക്കെയുള്ള വർക്കുകൾ. അപ്പോൾ ഈ ഏരിയയെക്കുറിച്ചിട്ടുള്ള നൈഗ്രീൻ്റെ എൻഗേജ്മെൻറ്റാണ്. അതുപോലെ തന്നെ ഈ ഫാർ ഈസ്റ്റേൺ സ്റ്റഡീസ്, നമ്മളിപ്പോൾ പറയുന്ന മംഗോളിയ, ഈ ജപ്പാൻ്റെ മുകളിലേക്കുള്ള ഏരിയ, ചൈന, ഈ ഏരിയകളെ കുറിച്ചിട്ടുള്ള നൈഗ്രീൻ എൻഗേജ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ടുള്ള ഗ്ലോബൽ സ്കെയിലാണ് നൈഗ്രീൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഏരിയകളെ കുറിച്ചുള്ള നൈഗ്രീൻ എൻഗേജ്മെൻറ്റുള്ള അതിൻ്റെ ലാസ്റ്റ് ഭാഗം പേർഷ്യനേറ്റ് വേൾഡ്, അതുപോലെ തന്നെ അറബിക് കോസ്മോപോളിസ്, ഇത്തരം വേർഡുകളോട് നൈഗ്രീൻ എൻഗേജ്മെൻറ്റുകളും നൈഗ്രീൻ എങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഇതാണ് ഈ ലാസ്റ്റ് ഭാഗം. അപ്പോൾ ഇതാണ് 4 ചാപ്റ്ററുകൾ, ഇതാണ് പുസ്തകത്തിൻ്റെ ഒരു സംക്ഷിപ്തം. PhD ജേണീൻ്റെ തുടക്കം മുതൽ മൂപ്പര് കൂടെയുള്ള ഒരാളായി എന്നുള്ള നിലക്ക് പേഴ്സണലായിട്ടുള്ളൊരു ചോദ്യമാണ്. നൈൽ ഗ്രീൻ നിങ്ങൾ വായിച്ച് തുടങ്ങിയിട്ട് നൈൽ ഗ്രീൻ്റെ കൂടെ ഹജ്ജിന് ഇങ്ങനെ നിങ്ങൾ എപ്പോഴും മൂപ്പര് ഉപയോഗിക്കുന്ന ഒരു ടേമാണ് ഫെല്ലോഷിപ്പ് എന്നുള്ളത്. അത് ഫെല്ലോ ആയിട്ട് ഇങ്ങനെ യാത്രയിൽ പോകണേ, ഹജ്ജും യാത്രയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ ഇങ്ങനെ ആ പോക്കിൽ ഇപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ ജമലുല്ലൈലിൻ്റെ മക്കാമ് സന്ദർശിച്ചപ്പം ഈസാൻ്റെ ഒരു പരാമർശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൈൽ ഗ്രീൻ അവിടെ വന്നിരുന്നു എന്നും നൈൽ ഗ്രീൻ്റെ ഏതോ ഒരു വർക്കിൽ ജമലുല്ലൈലി ഒരു പർവ്വതാനിയിൽ മുസല്ലയിൽ ഇങ്ങനെ വന്നത് മെൻഷൻ ചെയ്തു. അപ്പോൾ ഞാൻ ആകാന്തം വിട്ട്. കാരണം
ഈ ചെങ്ങായി എവിടേക്കൊക്കെ പോയത് എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, അറിയില്ല. പക്ഷെ മൂപ്പര് അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പറയുകയാണെ നമ്മളിപ്പോൾ ഇന്ന് നൈൽ ഗ്രീൻ്റെ പരിപാടിക്ക് പോകുമ്പം നൈൽ ഗ്രീൻ എഴുതിയൊരു സാധനം നമ്മൾ കാണുകയാണെന്ന് ഇങ്ങനെ പറയും. അപ്പോൾ ഇതിൽ ലാസ്റ്റ് ഒരു സാധനം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റിയാസ് ഖാൻ്റെ ഫോറിൻ കമൻറ്റേറ്ററായിട്ട് PhDൻ്റെ കമൻറ്റ് വരുന്നത് നൈൽ ഗ്രീൻ്റെ അടുത്തു നിന്നാണ്. അപ്പോൾ നൈൽ ഗ്രീൻ നിങ്ങളെ ഈ ഒരു യാത്ര ഉണ്ടല്ലോ, ഒരു ഹജ്ജിൻ്റെ യാത്രയിൽ നിങ്ങളൊപ്പം തന്നെ സഞ്ചരിച്ച് ഇപ്പോഴും തീരുന്നില്ല. ഇവിടെ വന്നിട്ട് വീണ്ടും നൈൽ ഗ്രീൻ്റെ ചർച്ചയിൽ ഒരു സൈഡിൽ ഷമീർ ഖാൻ്റെ കൂടെ നിങ്ങൾ ഇരുന്നിട്ട് വീണ്ടും പറയണം. ആ ഒരു പേഴ്സണൽ യാത്ര വിത്ത് എന്താ ഹജ്ജും നൈൽ ഗ്രീനും കുറച്ചും കൂടെ ഒരു ഇതാക്കിയിട്ട്. ശരിക്കും ഞാൻ വേറെ രീതിയിൽ നൈൽ ഗ്രീനോടുള്ള യാത്ര പറയാം. പക്ഷെ നൈൽ ഗ്രീൻ എത്തിയ സ്ഥലത്ത് ഞാൻ എത്തി എന്നുള്ളതാണ്. ഉദാഹരണം, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു കാര്യത്തെക്കുറിച്ച് വർക്ക് ചെയ്യാൻ ചിന്തിക്കുമ്പോൾ, മീൻസ് ഒരു പുസ്തകം കാണുമ്പോൾ ഇതിനെക്കുറിച്ച് വർക്ക് ചെയ്യണമെന്ന് ആലോചിക്കുമ്പോൾ അടുത്ത വർഷം അതിനെക്കുറിച്ച് പുസ്തകം വന്നിട്ടുണ്ടാവും നൈൽ ഗ്രീൻ. ഇപ്പോൾ ഒരു പുതിയൊരു വർക്ക് വന്നിരുന്നു, ഓറിയൻ്റലിസ്റ്റ് മിത്ത് എന്ന്, ഒരു ഹിമാലയത്തിലൂടെ ഹജ്ജിന് പോകുന്ന ഒരു 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 നരേറ്റീവ്. മഞ്ഞുമലകളിലൂടെ ഹജ്ജിന് പോയി അഫ്ഗാനിലേക്ക് എത്തിയിട്ടുള്ള ഒരു സോർട്ട് ഓഫ് കൺസ്ട്രക്റ്റഡ് നാരേറ്റീവ്. ഇതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുമ്പോൾ, പക്ഷെ അടുത്ത വർഷം അങ്ങനത്തെ ഒരു വർക്ക് ഒരു സോർട്ട് ഓഫ് നടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഒരാൾ ഇൻഫ്ലുവൻസ്ഡ് ആയി പോകുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ എപ്പോഴും അതേ രീതിയിലായിരിക്കും. ഇപ്പോൾ പഴയ കാലത്ത് ഞാൻ ആദ്യമായിട്ട് നൈൽ ഗ്രീനെ കാണുമ്പോൾ, ഞാനന്ന് UCLAയിൽ ഒരു കോൺഫറൻസിന് പോയതായിരുന്നു, കുത്ത് റാത്തീബിനെ കുറിച്ച് കോൺഫറൻസ് ചെയ്യാൻ. അപ്പോൾ ഇപ്പം ജമല്ലയിൽ അവിടെ വന്നെന്ന് പറയുന്ന പോലെ നൈൽ ഗ്രീൻ എന്നോട് പറഞ്ഞ്, താൻസാനിയയിൽ ഞാൻ ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് പോയിരുന്നു, അന്ന് എന്നെ അവർ സൂചി കയറ്റി. അപ്പോൾ ഞാൻ ചോദിച്ച് വേദന വന്നില്ലേ? അപ്പോൾ അയാൾ പറഞ്ഞ് നോട്ട് അറ്റ് ഓൾ. അങ്ങനെ വേദന അപ്പോൾ എൻ്റെ അന്നത്തെ ഒരു പഠനം എന്ന് പറഞ്ഞാൽ ആബ്സൻസ് ഓഫ് പെയിൻ ആയിരുന്നു. ഇങ്ങനത്തെ സൂഫി റിച്വലുകളിലെ ആബ്സൻസ് ഓഫ് പെയിൻ എങ്ങനെ പോസിബിൾ ആവുന്നതിൻ്റെ ആളുകളുടെ എക്സ്പീരിയൻസും ബാക്കിയുള്ള റിഫായി തരീക്കത്തിൻ്റെ കുറേ സാധനങ്ങൾ വെച്ചിട്ടുള്ളൊരു സാധനമായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ തരത്തിലുള്ള ഒരു ഹജ്ജ് മാത്രമല്ല ബാക്കിയുള്ള വിഷയങ്ങളിലും നൈൽ ഗ്രീൻ സോർട്ട് ഓഫ് ഇൻഫ്ലുവൻസ് ആണ്. എല്ലാ വിഷയങ്ങളിലും നമ്മൾ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരു മെത്തേഡ് മനസ്സിലാക്കാൻ എങ്ങനെ ചെയ്യാം. ഒരു ഞാനൊരു ഹിസ്റ്ററി സ്റ്റുഡൻ്റ് അല്ല, ഐ ആം കമ്മിങ് ഫ്രം ലിറ്ററേച്ചർ ബാക്ക്ഗ്രൗണ്ട്, ബട്ട് ആസ്പയറിങ് ടു ബി സോർട്ട് ഓഫ് എ സൂദർ ഹിസ്റ്റോറിയൻ. ഐ എം നോട്ട് എ ഹിസ്റ്റോറിയൻ. സോ ആ ഹിസ്റ്റോറിക്കൽ മെത്തേഡ്, ബിക്കോസ് നൈൽ ഗ്രീൻ ആ ആമുഖത്തിൽ പറയുന്ന പോലെ ആദ്യം ഇംഗ്ലീഷ് സാഹിത്യത്തിൽ BA എടുക്കാൻ പോയ ആൾ ഹിസ്റ്ററിയിൽ എത്തിപ്പെട്ട ഒരാളാണ്. ഞാൻ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ BA കഴിഞ്ഞ ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ ഒരു സാധനങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇൻഫ്ലുവൻസ് ആയി തോന്നുന്നത് ഇങ്ങനത്തെ ഓരോ മെത്തേഡുകൾ, ഒരു സംഭവ വികാസത്തെ മൾട്ടിപ്പിൾ ആംഗിൾസ് നിന്ന് കണ്ടിട്ട് അതൊരു ഫോമിലേക്ക് കൊണ്ടുവരുന്ന ആ രീതിയിലൂടെയാണ് ഞാൻ നൈൽ ഗ്രീനെ ഇഷ്ടപ്പെടുന്നതും മനസ്സിലാക്കുന്നതും. നമ്മൾ കുറച്ച് കാലങ്ങൾ മുമ്പ് നൈൽ ഗ്രീൻ സംസാരിച്ചിരുന്നു, 2020 കൊറോണ കാലങ്ങളിൽ. അപ്പോൾ ആ സമയത്തൊക്കെ അന്ന് നൈൽ ഗ്രീനെ വായിക്കലായിരുന്നു. അന്നത്തെ PhD കോംപ്രിഹെൻസീവ് എക്സാമിൻ്റെ സമയത്തൊക്കെ നൈൽ ഗ്രീനിലൂടെയാണ് നമ്മൾ റിസർച്ചിൻ്റെ മെത്തേഡുകൾ മനസ്സിലാക്കാൻ ഞാൻ മൂപ്പര വർക്കുകൾ ഉപയോഗിച്ചിരുന്നത്. അതല്ലാതെ it's not a fellowship, it's just following as a follower, not traveling with him. ഒരു ചോദ്യം ചോദിക്കാണ് കേട്ടോ. ജസ്റ്റ് ഇവിടെ നൈൽ ഗ്രീനെ കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷനിൽ മുസ്ലിം ചിന്തകൻ എന്ന് കൊടുത്തിരിക്കുന്നു. ലൈക്ക് മുസ്ലിം ചിന്തകൻ നോർമലി ലൈക്ക് മുസ്ലിം തിങ്കറാണോ ലൈക്ക് തിങ്കർ ഓഫ് ഇസ്ലാം ആണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. എനിക്കറിയില്ല, ലൈക്ക് ക്യാൻ വി കൺസിഡർ, ബിക്കോസ് അയാൾ പറയുന്നുണ്ട് ഇസ്ലാമിനെ കുറിച്ച് ചിന്തിക്കുന്നത്, ഇസ്ലാമിനെ കുറിച്ച് ഹിന്ദു സൂഫിസത്തെ കുറിച്ചുള്ള ഒരു ഭാഗത്ത് പറയുന്നത് ഇസ്ലാമിനെ കുറിച്ച് മുസ്ലിംസിന് മാത്രമല്ല ഇസ്ലാമിനെ കൺസെപ്റ്റ് ചെയ്യാൻ പറ്റുക. ആ ഒരു രീതി കാറ്റഗറിയിലാണോ ലൈക്ക് മുസ്ലിം തിങ്കർ എന്ന് കൊടുത്തത്, അല്ലെങ്കിൽ സമ്മൺ തിങ്കിങ് അബൌട്ട് ഇസ്ലാം എന്നുള്ള ഒരു അർത്ഥത്തിലാണോ? ആ ഒരു എനിക്കറിയില്ല, ഒരു സോർട്ട് ഓഫ് ലിംഗ്വിസ്റ്റിക് പ്രോബ്ലം.
അപ്പോൾ ഇതിനെപ്പറ്റി വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ നൈഗ്രിൻ്റെ ഒരു സ്റ്റുഡൻ്റാണ് നിർഷഫീർ എന്ന് പറഞ്ഞിട്ട്, ഇപ്പോൾ UC സാൻ ഡിയാഗോ സാന്റ ക്രൂസോ സാൻ ഡിയാഗോ ആണെന്ന് തോന്നുന്നു, സാൻ ഡിയാഗോയിൽ മിഡിൽ ഈസ്റ്റേൺ സ്റ്റഡീസ് പ്രൊഫസറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തീസിസിൻ്റെ ഫസ്റ്റ് ഒട്ടമൻ പാംഫ്ലെറ്റുകളെ കുറിച്ചാണ് ചെയ്തത്. അതായത് ഹെറസിയോഗ്രഫി, അതായത് ആരാണ് മുസ്ലിം അല്ലാത്തത് എന്നുള്ള ഡിബേറ്റുകളെ കുറിച്ചിട്ട് ശരിക്കും വളരെ തുച്ഛമായ വിലയിൽ അടിക്കുന്ന 5-10 പേജുള്ള നോട്ടീസ് സംവാദങ്ങളെ കുറിച്ചിട്ടാണ്, 17ാം നൂറ്റാണ്ടിലെ നോട്ടീസ് സംവാദങ്ങളെ കുറിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ റിസർച്ച്. നൽകിൻ്റെ സ്റ്റുഡൻ്റാണ്. അപ്പോൾ അദ്ദേഹം ഫസ്റ്റ് തീസിസ് പറയുന്നത് ഒട്ടോമൻ എംപയറിനെ കുറിച്ച് പറയുന്നിടത്ത് പറഞ്ഞു, ഒട്ടോമൻ എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒട്ടോമൻ എന്ന് പറയുന്ന ഒരു ഡിസ്കഷൻ പറയുന്നുണ്ട്. അതായത് ഒട്ടോമൻ നെറ്റ്വർക്കുകൾ സാധ്യമാക്കിയ എല്ലാ കണക്ഷനെയുമാണ് ഞാൻ ഒട്ടോമൻ എന്ന് വിളിക്കുന്നത്, എംപയറിനെ അല്ല. അതായത് ഇസ്ലാം സാധ്യമാക്കിയ തിങ്കിങ് പോസിബിലിറ്റീസാണ് ശരിക്കും നൈഗ്രിൻ ഉപയോഗിക്കുന്നത്. കാരണം നൈഗ്രിൻ സൂഫിസത്തെ കാണുന്നത് ഇസ്ലാം പോസിബിളാക്കിയ സാധ്യതകളിലൂടെയാണ് നൈഗ്രിൻ കാണുന്നത്. ഇസ്ലാമിക് നെറ്റ്വർക്ക് ഉപയോഗിച്ച് ഇസ്ലാം, എനിക്കത് എങ്ങനെ പോസ്റ്റുലേറ്റ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ശരിക്കും ഇസ്ലാം നൽകുന്ന പോസിബിലിറ്റിയിലൂടെയാണ് ശരിക്കും നൈഗ്രിൻ സൂഫിസത്തെ കാണാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ ശരിക്കും മുസ്ലിം ചിന്തകൻ എന്നുള്ള വേർഡ് ശരിക്കും നൈഗ്രിനെ സംബന്ധിച്ചിടത്തോളം ആപ്റ്റാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ശരിക്കും ഈ ഒരു ഇസ്ലാം എന്താണെന്നുള്ളതല്ല ചോദ്യം, ഇസ്ലാം സാധ്യമാക്കിയ സാധ്യതകളിലൂടെ ആ ചാനലുകളിലൂടെ ചരിത്രത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ചു എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെ ഒരു മുസ്ലിം ഹിസ്റ്റോറിയനായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നേരത്തെ ഫസ്റ്റ് വന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഫിനോമിനോളജിയിൽ ഭയങ്കരമായിട്ട് എംഫസൈസ് കൊടുക്കുന്ന ഒരു ഹിസ്റ്റോറിയനാണ്. ശരിക്കും എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തു എന്നുള്ളത്. അപ്പോൾ നേരത്തെ റിയാസ് പറഞ്ഞ പോലെ തന്നെ എന്നെ അവർ സൂചി കുത്തി, വേദന ഉണ്ടായിരുന്നു, നോട്ട് അറ്റ് ഓൾ. കാരണം ഇതൊരു അണ്ടർലൈനിങ് വേർഡാണ് ശരിക്കും, നോട്ട് അറ്റ് ഓൾ. ശരിക്കും ഇവിടെയാണ് ശരിക്കും ഇസ്ലാം പോസിബിളാക്കിയ രീതിയിലൂടെ അദ്ദേഹം ചരിത്രത്തെ കാണുകയും അത് മുഖേന അദ്ദേഹം എന്ത് ചെയ്യും, ഒട്ടോമൻ എന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം ഒരു മുസ്ലിം തിങ്കറായിട്ട് മാറുകയും ചെയ്യുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു ഫെനോമെനോളജിക്കൽ മെത്തഡോളജിയിലാണല്ലോ, അല്ല ഹിസ്റ്ററിയിൽ ഇങ്ങനെ ഒരു ഫെനോമെനോളജിക്കൽ മെത്തഡോളജി പറയുമ്പോൾ അതിലൊരു ഭയങ്കര ഒരു കൗതുകം പ്രത്യേകിച്ച്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ നൈൽഗ്രീൻ്റെ ഹിസ്റ്ററിക്കൽ സോഴ്സുകളെ സ്വാഭാവികമായിട്ടും ഈ മുഖ്യധാര ഹിസ്റ്ററിയിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ളൊരു ക്രിറ്റിക്ക് വന്നിട്ടുണ്ടാവില്ല. ഈ ഒരു ഹിസ്റ്ററിക്കൽ സോഴ്സുകൾ എക്സ്പീരിയൻസിനൊക്കെ ഒരു ഹിസ്റ്ററിയിലെ സോഴ്സാക്കി എടുക്കുമ്പോൾ അപ്പം അതിന് അങ്ങനെ ഒരു സാധനം മുഖ്യധാര ചരിത്രത്തിൽ വന്നിട്ടുണ്ടോ അങ്ങനെ. പിന്നെ അതൊരു ഈ ഒരു എല്ലാത്തിലും വന്ന ഇപ്പോൾ ഓരോരുത്തരും അവരെന്ത് എക്സ്പീരിയൻസ് പറയുന്നു അതാണ് ശരി എന്നുള്ള രീതിയിൽ ഒരു പോസ്റ്റ് മോഡേൺ ടേൺ അല്ല ഒരു റിലേറ്റിവിറ്റി ടേൺ അതിൽ വരുന്നുണ്ടോ? 2-3 ഇൻട്രസ്റ്റിംഗ് എലമെൻ്റ് ഉണ്ട് ഈ പോസ്റ്റ് മോഡേണിറ്റി. അത് ആർക്കും എന്തും എക്സ്പീരിയൻസിൽ പറയാലോ എന്നുള്ള ചോദ്യം ഈ ഒന്നാമത്തെ കാറ്റഗറി. ഇത് രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ശരിക്കും ഫിനോമിനോളജി എന്ന് പറയുന്ന ഇത് സംഭവം. അതായത് ഫിനോമിനോളജി നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ശരിക്കും അതായത് ഇപ്പോൾ എന്താ നമ്മൾ പറയുക, ഇപ്പോൾ സാർത്രോ അല്ലെങ്കിൽ ഹുസേളോ അല്ലെങ്കിൽ കമോ എന്നും പറഞ്ഞ രീതിയിലുള്ള ആ ഫിനോമിനോളജി ഇൻഡെപ്ത് അല്ല. ശരിക്കും നമ്മൾ ലോകത്തിനെ മുഴുവൻ ബ്രാക്കറ്റ് ചെയ്ത് പുറത്ത് നിർത്തി നമ്മളെ സെൽഫ് എങ്ങനെയാണ് രൂപപ്പെടുന്നത് ഇത്തരത്തിലുള്ള ഡിസ്കഷൻ അല്ല. ആളുകൾ എങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്ത്. ഇപ്പോൾ ഒറ്റ ഉദാഹരണം ഇപ്പോൾ നമുക്ക് ഇപ്പോൾ എനിക്കറിയില്ല, മുൻപ് ആരോ എന്നുള്ള കോൺവെർസേഷനിൽ പറഞ്ഞാണ് ബംഗാളിലൊരു സൂഫി എഴുതുന്ന ഒരു പോയട്രിയിൽ അദ്ദേഹം ബംഗാളിലിരുന്നാണ് എഴുതുന്നത്. പക്ഷെ അദ്ദേഹം ബോംബെ നഗരത്തെ അദ്ദേഹത്തിൻ്റെ കിഴക്കിലായിട്ടാണ് കാണുന്നത്, കിഴക്ക് സൈഡിൽ. അത് ബംഗാൾ നമ്മൾ ജിയോഗ്രഫിക്കലി നോക്കി കഴിഞ്ഞാൽ ബോംബെൻ്റെ കിഴക്കിലാണ്. പക്ഷെ അദ്ദേഹം പറയുന്നത് ബോംബെ എൻ്റെ കിഴക്കിലാണെന്നാണ്. അപ്പോൾ അദ്ദേഹം സ്വയം ഇമാജിൻ ചെയ്യുന്നത് ഞാൻ മക്കയിലിരുന്നാണെന്ന് എഴുതുന്നതാണ്. ബംഗാളിലിരുന്ന് എഴുതുമ്പോൾ പോലും ഞാൻ മക്കയിലിരുന്നാണ് എഴുതുന്നത്, സ്പിരിച്വലി ഞാൻ മക്കയിലാണ്, അതുകൊണ്ട് ബോംബെ എൻ്റെ കിഴക്കാണെന്ന് ബംഗാളിലിരുന്ന ഒരു സൂഫി എഴുതാണ്. അപ്പോൾ ഇത് ഈ സൂഫിൻ്റെ എക്സ്പീരിയൻസിനാണ്. അദ്ദേഹം ബംഗാളിലാണ്, അദ്ദേഹം സ്വയം ഇമാജിൻ ചെയ്യുന്നത് അദ്ദേഹത്തിന് മക്കയിലാണ്. ഈ ഒരു എലമെൻ്റാണ് നൈഗ്രിൻ എന്ത് ചെയ്യുന്നത് ശരിക്കും മുന്നോട്ട് വെക്കുന്നത്. അത് നൈഗ്രിൻ ഇതിനെ ഹൈലൈറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. നൈഗ്രിൻ ഇതാണ് അതാണ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ ഒരു ഫിനോമിനോളജിക്കൽ ആസ്പെക്റ്റിനെ അണ്ടർലൈൻ ചെയ്യാണ് ശരിക്കും നൈഗ്രിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അർത്ഥത്തിലാണ് നൈഗ്രിൻ ഫിനോമിനോളജിയിൽ ഭയങ്കര എംഫസൈസ് കൊടുക്കുന്നതുകൊണ്ട് ഒബ്വിയസ്ലി ഇതിന് ക്രിട്ടിക്കുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ പല അർത്ഥത്തിൽ ഇപ്പോൾ ചില ആളുകൾ ഇപ്പോൾ നൈഗ്രിൻ തന്നെ ഇതിൽ ഫിനോമിനോളജിൻ്റെ മറ്റ് രീതികളെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലൂയി മസിഞ്ഞോൻ്റെ ഫിനോമിനോളജിയെ പറ്റി പറയുന്നിടത്ത് അദ്ദേഹം ശരിക്കും സൂഫിസം എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്, ഒരു യൂണിവേഴ്സൽ എക്സ്പീരിയൻസ് ആണെന്ന് പറയുന്ന രീതിയൊക്കെ നൈഗ്രിൻ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. കൾച്ചറലി എന്താ പറയുക ശരിക്കും സിറ്റുവേറ്റഡ് അല്ലാത്ത സൂഫിസം, അതായത് നമ്മൾ ഓരോ സ്ഥലത്തിൻ്റെയും കാലത്തിൻ്റെയും നെറ്റ്വർക്കുകൾക്ക് പുറത്ത് എക്സ്പീരിയൻസിനെ മാത്രം കാണുന്ന രീതിയിലുള്ള ഫിനോമിനോളജി നൈഗ്രിൻ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഫിനോമിനോളജിയുടെ ഒരു തിയററ്റിക്കൽ ഇൻ്റർവെൻഷൻ അല്ല നൈഗ്രിൻ നടത്തുന്നത്. ശരിക്കും ഞാനിപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ ആളുകളുടെ എക്സ്പീരിയൻസിനെ ശരിക്കും ഹിസ്റ്റോറിക്കലി ഹൈലൈറ്റ് ചെയ്യാനാണ് നൈഗ്രിൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇവിടെ വേറെ പ്രധാനപ്പെട്ട സംഭവം അതിൽ ഫിനോമിനോളജിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഫിനോമിനോളജി ഞാൻ ഉപയോഗിക്കുന്ന കാരണം എന്ന് പറയുന്നത് ഇത്
ഇത്തിരി ഫിലോസഫിക്കലാണ്. അതായത് ലളിതമായിട്ട് പറയാം, അതായത് ഈ ഫിനോമിനോളജി ഒരു മെത്തഡോളജി ആയിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ സെൽഫിന് ഭയങ്കരമായിട്ടുള്ള പ്രാധാന്യം കൊടുക്കുന്ന ഒരാൾ കൂടിയാണ് ശരിക്കും. നെഗിനും എല്ലായിടത്തും പറയുന്നതാണ്, ഞാൻ മനുഷ്യർക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആളാണ്, എഴുത്തുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആളാണ്. ഇപ്പോൾ സബാൾട്ടൻ ഹിസ്റ്ററി എന്ന് വരുന്ന ഒരാളുകൾക്ക് അറിയാം ഇത് പ്രോബ്ലമാറ്റിക് ആയിരിക്കും. എഴുത്തുകൾ എന്ന് പറഞ്ഞാൽ എല്ലാ സമൂഹത്തിനുള്ള ഒന്നല്ല. നെഗിന് കവിതകൾ ഉപയോഗിക്കുന്നുണ്ട്, ഒക്കെ ശരിയാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ സെൽഫിന് പ്രാധാന്യം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര പരിമിതിയുള്ള ഒന്നാണ്. എഴുത്തിന് പ്രാധാന്യം കൊടുക്കുക എന്ന് പറഞ്ഞ പരിമിതി ഇപ്പോൾ നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെഗിന് ആന്ത്രോപോളജിസ്റ്റ് കൂടിയാണ്. ഇപ്പോൾ ആന്ത്രോപോളജിയിൽ 90-കൾക്ക് ശേഷം ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഡിജനസ് സ്റ്റഡീസിൽ, അതായത് മെറ്റീരിയൽ ആന്ത്രോപോളജി, നോൺ ഹ്യൂമൻ ആന്ത്രോപോളജി, ഇത് മനുഷ്യന്മാർക്ക് പുറമെ മൃഗങ്ങളെയും അതുപോലെ തന്നെ നമ്മളെ മറ്റു വസ്തുക്കളെയൊക്കെ ഹിസ്റ്ററിൻ്റെ ഭാഗമായിട്ട് കാണാൻ ശ്രമിക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ നൈൽഗ്രീനൊക്കെ ചെയ്യുന്നത് അത് തന്നെയാണ്. നൈൽഗ്രീൻ നേരത്തെ പറഞ്ഞ പോലെ അത് ഒക്ടപക്ഷിയുടെ മുട്ട, ലിത്തോഗ്രാഫിക് പ്രിൻറ്റുകൾ, അതായത് അച്ചടി യന്ത്രങ്ങൾ, അത് സ്റ്റീം ഷിപ്പുകൾ, ട്രെയിനുകൾ, ഇതൊക്കെ എങ്ങനെയാണ് ശരിക്കും ഇതിൽ മാറ്റം വരുത്തിയത് എന്ന് പറയുന്നുണ്ട്. അത് മനുഷ്യ ജീവിതത്തിൽ ശരിക്കും ഹ്യൂമണും നോൺ ഹ്യൂമണും കൂടിയൊരു ഹിസ്റ്ററിയെക്കുറിച്ചിട്ടാണ് നെൽഗ്രീൻ പറയുന്നത്. മനുഷ്യന്മാരുടെ മാത്രം ചരിത്രത്തെക്കുറിച്ചല്ല പറയുന്നത്. പക്ഷേ ഇവിടെ ഫോക്കസ് എന്ന് പറയുന്നത് മനുഷ്യന്മാരത് എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തു എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം നമ്മൾ നേരത്തെ പറഞ്ഞ അസംബ്ലാജ് എന്ന് പറയുന്ന വേർഡ് അതിൻ്റെ ശരിക്കും തിയററ്റിക്കൽ അർത്ഥത്തിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ദുലൂസിനെ പോലുള്ള ആളുകൾ ഉപയോഗിച്ച രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ ശരിക്കും മനുഷ്യർക്ക് പ്രാധാന്യമില്ല. മനുഷ്യരെങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തു എന്നുള്ള ചോദ്യമല്ല, ശരിക്കും എങ്ങനെയാണ് സ്റ്റീം ഷിപ്പും മനുഷ്യനും കൂടി ഒരു നെറ്റ്വർക്ക് രൂപപ്പെടുന്നത് എന്നുള്ളത് മാത്രമാണോ ചോദ്യം. അവിടെ മനുഷ്യൻ എന്ത് ചെയ്യുന്നില്ല, മുന്നോട്ട് വെക്കുന്നില്ല, മുന്നോട്ട് പുഷ് ചെയ്യുന്നില്ല ഈ അസംബ്ലാജിൽ. അപ്പോൾ നമുക്ക് അസംബ്ലാജ് എന്നുള്ളത് ലിറ്ററൽ അർത്ഥത്തിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ തലാലസദ് സെൽഫിനെ പറ്റി വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ തലാൽ അസദ് പറയുന്നത് ശരിക്കും ഈ പ്രാക്ടീസുകൾ, സബാ മഹമ്മൂദും തലാൽ അസദൊക്കെ ഈ പ്രാക്ടീസുകൾ ശരിക്കും എങ്ങനെയാണ് ഇവരെ ഷെയ്പ്പ് ചെയ്യുന്നത്, അത് പ്രാക്ടീസുകൾ എങ്ങനെയാണ് സെൽഫിനെ ഷെയ്പ്പ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. പക്ഷേ അതേസമയം നൈഗ്രീൻ ചോദിക്കുന്നത് ഈ സെൽഫുകൾ എങ്ങനെയാണ് ഇവർ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, ഈ പ്രാക്ടീസുകളെ സെൽഫ് എങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നതെന്നുള്ള ചോദ്യമാണ്. ഇത് ഇവിടുന്ന് അങ്ങോട്ടുള്ള ചോദ്യമാണ് നൈഗ്രീൻ്റെ. അവിടുന്ന് ഇങ്ങോട്ടുള്ള എൻഗേജ്മെൻറ്റുകളാണ് തലാൽ അസദും സബാ മഹമ്മൂദിനെ പോലുള്ള ആളുകളും. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ദിലൂസിയൻ ആന്ത്രോപോളജിസ്റ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ നോൺ ഹ്യൂമൻ ആന്ത്രോപോളജിസ്റ്റ് ആണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ആ സ്റ്റീം ഷിപ്പ് എങ്ങനെയാണ് ശരിക്കും ഹജ്ജിൽ മാറ്റം വരുത്തിയതെന്നുള്ള ചോദ്യമാണ് ചോദിക്കുക. അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ ട്രെയിന്, അതായത് ലോക്കോമോട്ടീവ്സ് എങ്ങനെയാണ് ശരിക്കും ഹജ്ജ്. ഇപ്പോൾ ചോദ്യങ്ങൾ വ്യത്യാസമാണ്. അപ്പോൾ ഇവിടെയും ഇതിലൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ ഇൻഡിജിനസ് ആന്ത്രോപോളജി, അത് ഇത്തരം നോൺ ഹ്യൂമൻ ആന്ത്രോപോളജി, മൾട്ടിപ്പിൾ ഓണ്ടോളജി എന്നൊക്കെ പറയും. അതായത് വ്യത്യസ്ത, നമ്മൾ കാണുന്ന ലോകമേ അല്ല മറ്റുള്ളവർ കാണുന്നത്. ഇപ്പോൾ ആമസോണിയയിലുള്ള ട്രൈബൽ വിഭാഗങ്ങളുടെ ലോകം എന്ന് പറഞ്ഞാൽ തന്നെ കംപ്ലീറ്റ്ലി വ്യത്യസ്തമാണെന്നാണ് ഇപ്പോൾ ഡി കാസ്ട്രോ, എഡ്വാർഡോ കോണ പോലെയുള്ള ശരിക്കും ആന്ത്രോപോളജിസ്റ്റുകൾ പറയുന്നത്. അവിടെ അത് ശരിക്കും പോസ്റ്റ് മോഡേണിസത്തിന് ഒരു ക്രിട്ടീക്കാണ്. അതായത് ശരിക്കും നമ്മളെ വെസ്റ്റേൺ എൻലൈറ്റ്മെൻറ്റ് എല്ലാം യുക്തിയാണ് എന്നതിനപ്പുറത്തേക്ക് നമ്മളെ സെൽഫ് മാത്രമല്ല, സെൽഫ് ലോകത്ത് വ്യത്യസ്ത രീതിയിലുള്ള സെൽഫുകളുണ്ട് എന്നുള്ളത് പറയുന്നതാണ്. അപ്പോൾ അവിടെയും വരുന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇപ്പോൾ ബ്രൂണോ ലത്വാനെ പോലെ പറയുന്ന ആളുകൾ സയൻസൊക്കെ അഭിപ്രായങ്ങൾ മാത്രമാണെന്ന് പറയുന്നത്. അപ്പോൾ ഇതും അങ്ങനെ തന്നെയാണ് ശരിക്കും. എല്ലാവരും അവരാർ ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നിയാൽ എന്ത്. അപ്പോൾ ശരിക്കും ഇത് ഭയങ്കര ഡബിൾ എഡ്ജഡ് സ്വാഡാണ്. അതായത് ഫിനോമിനോളജി പോലെ തന്നെ ഫിനോമിനോളജിയോടുള്ള ക്രിട്ടിക്കായിട്ട് വന്നതാണ് ഇത്തരം അസംബ്ലാജുകളൊക്കെ. ഈ അസംബ്ലാജിൻ്റെ പരിമിതികളാണ് നമ്മൾ പറയുന്നത്. ഈ ബ്രൂണോ ലത്വാറൊക്കെ അസംബ്ലാജ് തിങ്കറാണ്. ആ അർത്ഥത്തിൽ അല്ല, ലിറ്ററലി ആ ടേം ഉപയോഗിച്ചു എന്നുള്ളതല്ല, ഈ നോൺ ഹ്യൂമൻ നെറ്റ്വർക്കുകളെ ഫോക്കസ് ചെയ്യുന്ന തിങ്കറാണ്. അവർക്ക് വരെ ഈ ചോദ്യം വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാം അഭിപ്രായങ്ങളാണെങ്കിൽ പിന്നെ എന്താണ് ശരിയെന്നുള്ളത്. അപ്പോൾ ഇത് ശരിക്കും അക്കാഡമീൻ്റെ ഒരു പെരന്നിയൽ ക്വസ്റ്റ്യനാണ്, എല്ലാ കാലത്തുള്ള ക്വസ്റ്റ്യനാണ്. കാരണം ഇത്തരം ഒപ്പീനിയനേറ്റഡ് ക്വസ്റ്റ്യനുകൾ, പക്ഷേ അതൊരു വാലിഡ് ക്വസ്റ്റ്യനാണ്, അതല്ല എന്നല്ല. അപ്പോൾ ഞാനിതാണ് പറഞ്ഞത്. അപ്പോൾ നൈൽഗ്രീൻ എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്നും, ഇപ്പോൾ തലാൽ അസദ് അതേ ക്വസ്റ്റ്യനുകളാണ് തിരിച്ചെങ്ങനെയാണ് ചോദിക്കുന്നതെന്നും, ഇപ്പോൾ ഫിനോമിനോളജി എന്നത് നൈൽഗ്രീൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ ഡിപ്പാർച്ചർ എന്ന് പറയുന്നത് പക്ഷേ അത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള വായനയിൽ ഞാൻ ഒരുപാട് ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. തലാൽ അസദ് എന്ന് പറയുന്ന സെൽഫിന് വലിയ പ്രാധാന്യം കൊടുക്കാത്ത സ്കോളറാണ് എന്നുള്ളത്. അത് സെൽഫ് സബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്ന സാധനം, അതായത് ഡിസ്കോഴ്സ് എങ്ങനെയാണ് നമ്മളെ ഷേപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് തലാൽ അസദിൻ്റെ പ്രധാനമായിട്ട് ചോദ്യം. അവിടെയാണല്ലോ ഡിസ്കോഴ്സ് ട്രഡീഷനൊക്കെ വരുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തലാൽ അസദിനെ മറ്റുള്ളവരെ കൂടെ വായിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലാവുന്നത് തലാൽ അസദ് എൻഗേജ് ചെയ്യുന്ന ക്ലിഫോർഡ് ഗീറ്റ്സിനെ പോലുള്ള ആളുകൾ റിലീജിയൻ്റെ ഐഡിയനോടാണ്. അപ്പോൾ അവിടെ എനിക്ക് മനസ്സിലാവും തലാൽ അസദ് ശരിക്കും സെൽഫിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ശരിക്കും. അതാണ് ഇപ്പോൾ ആ ചോദ്യം. ഇപ്പോൾ നമുക്ക് മുൻപ് നമ്മളെ കഴിഞ്ഞ സമയത്ത് ഒരു സുഹൃത്തായിട്ട് ഇപ്പോൾ ന്യൂയോർക്കിൽ നോമ്പിൻ്റെ സമയത്ത്, കാരണം അത് രസകരമായ സംഭവമാണ്, നോമ്പ് തുറക്കാനിരിക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഡിസ്കഷനൊക്കെ വരുന്നത്. അപ്പോൾ വരുന്ന സമയത്ത് ചോദിക്കുന്നത് സെൽഫ് ഉണ്ടോ, സബ്ജക്റ്റിവിറ്റി ഉണ്ടോ എന്നുള്ള ചോദ്യം. അപ്പോൾ ഈ തലാൽ അസദ് ഈ അടുത്ത കാലത്ത് എഴുതിയ ഗസയെക്കുറിച്ചിട്ടുള്ള, പലസ്തീനെക്കുറിച്ചിട്ടുള്ള എഴുത്തുകൾ വായിച്ചാൽ തലാൽ അസദ് എത്രത്തോളം സെൽഫിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, പെയിനിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, മനുഷ്യന്മാരെ സഫറിങ്ങിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ സെൽഫിന്
അത് ഏത് രീതിയിലാണെന്നുള്ള ചോദ്യമാണ് പ്രധാനം. അപ്പോൾ ഡിസ്കേഴ്സീവ് ട്രഡീഷനും സെൽഫിനെ എന്ത് ചെയ്യുന്നില്ല, നെഗേറ്റ് ചെയ്യുന്നില്ല. സെൽഫില്ല, മറിച്ച് ഡിസ്കേഴ്സുകളാണ് ഇതിനെ അത് ഭയങ്കര സ്ട്രക്ചറലിസ്റ്റ് ആർഗ്യുമെൻറ്റിലേക്ക് പോകും നമ്മൾ. അത് സ്ട്രക്ചറുകളാണ് മനുഷ്യനെ രൂപപ്പെടുത്തുക എന്നുള്ള ആർഗ്യുമെൻറ്റിലേക്ക് പോകും. പക്ഷെ അതിൽ നിന്ന് പുറത്ത് ശരിക്കും സലാലസതും സെൽഫിനെ, കാരണം തലാലസത്തിനെ പോലുള്ള ഷാർപ്പായ ഒരു സ്കോളർ ഒരിക്കലും സെൽഫിന് പ്രാധാന്യം കൊടുക്കാതിരിക്കില്ല. ഏജൻസി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ അദ്ദേഹത്തെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് നൈഗ്രി. അപ്പോൾ ഞാൻ പറയുന്നത് രണ്ടിലും സെൽഫും ഉണ്ട്, നമുക്ക് അതറുണ്ട്. ഞാൻ പറയുന്നത് ഇപ്പോൾ ഒരു ആന്ത്രോപോസെൻട്രിക് ആന്ത്രോപോളജിയാണ്, ഇത് മനുഷ്യനുണ്ട് എന്നുള്ള കാറ്റഗറിയാണ്. ഇപ്പോൾ നോൺ ഹ്യൂമൻ ആണെങ്കിൽ സെൽഫൊന്നുമില്ല, എല്ലാ ഒബ്ജക്റ്റുകളാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കൺവെൻഷണൽ ആന്ത്രോപോളജിയിൽ നിന്ന് സംസാരിക്കുകയാണെങ്കിൽ സെൽഫുണ്ട്, അതറുണ്ട്. പക്ഷേ ഈ അതറിൽ നിന്നാണ് തലാലസത് ചോദിക്കുന്നത്, സെൽഫ് ഇല്ലാതെയല്ല. പക്ഷേ നൽകി സെൽഫ് എന്ന അതറിനെ പറ്റിയാണ് ചോദിക്കുന്നത്, പുറത്തുള്ള നെറ്റ്വർക്കുകളെ പറ്റി. രണ്ടുണ്ട്, പക്ഷേ എംഫസിസ് എവിടെയാണ് കൊടുക്കുന്നത് എന്നുള്ളിടത്താണ് മാറ്റം. ഓക്കെ, ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. ഇനി കൂടുതൽ ചോദ്യങ്ങൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നതുമല്ല, കാരണം ചെറിയ പുസ്തകമാണെന്ന് പറഞ്ഞല്ലോ, ഇതെല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് വായിക്കേണ്ട ഒരു ഇമ്പോർട്ടൻസ് പോകും. അപ്പോൾ ധാരാളം കാറ്റഗറീസ്, റിസർച്ച് മെത്തഡോളജീസ് ഒക്കെ നമ്മൾ ചർച്ച ചെയ്തല്ലോ. അപ്പോൾ ഈ അടുത്ത് എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് ഞാനൊരു ആർട്ടിക്കിൾ കണ്ടു. ആർട്ടിക്കിളിൻ്റെ ടൈറ്റിൽ ഇതാണ്: ബുദ്ധിസം സ്റ്റഡീസ് ബിഫോർ ആൻഡ് ആഫ്റ്റർ തോഷിഹിക്കോ ഇസുത്സു എന്നാണ് അതിൻ്റെ പേര്. തോഷിഹിക്കോ ഇസുത്സുവിന് മുമ്പും പിമ്പും ബുദ്ധിസം സ്റ്റഡീസിനെ കുറിച്ചിട്ട് ജപ്പാനിലെ ഒരു നിയോ ബുദ്ധിസ്റ്റായി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സ്കോളറിൻ്റെ വർക്കാണ്. ഞാനിത് വായിച്ചപ്പോൾ ഞെട്ടിപ്പോയി. കാരണം നമ്മൾ ഇനി ഒരു ഇൻട്രൊഡക്ഷൻ സീരീസിൽ പ്രസൻറ്റ് ചെയ്യാനിരിക്കുന്ന ഒരു സ്കോളറാണ് തോഷിഹിക്കോ ഇസുത്സു. അപ്പോൾ ഒരു നേരത്തെ ചോദിച്ചല്ലോ, റിയാസ് ചോദിച്ചു മുസ്ലിം ചിന്തകൻ എന്ന് പറയുന്നത് കൊണ്ടുള്ള ഇത്. അപ്പോൾ അതൊരു കാറ്റഗറിയുടെ പ്രശ്നമാണ്. നമ്മൾ ഒരു ഇസ്ലാമിക് സ്കോളർ എന്നുള്ള നിലക്കാണ് തോഷിഹിക്കോ ഇസുത്സുവിനെ ഞാൻ മനസ്സിലാക്കിയിരുന്നത്. ഗോഡ് ആൻഡ് മാൻ ഇൻ ദ ഖുറാൻ ജപ്പാനീസ് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത ആൾ, കുറേ കൂടി ഒരു താവോയിസ്റ്റ് ഡയമെൻഷനിൽ ഖുറാനിലെ ഈ സെൽഫ്, അതർ, ഇതിനെക്കുറിച്ചിട്ടൊക്കെ പഠിച്ചിട്ടുള്ള ഒരാൾ. അപ്പോൾ അദ്ദേഹത്തിനെ ജപ്പാനിലെ ഒരു സ്കോളേഴ്സ് ബുദ്ധിസ്റ്റ് സ്കോളർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഒരു കണ്ടീഷനാണ്. ഈ കണക്റ്റഡ് ഹിസ്റ്ററീസ് എന്ന് പറയുന്ന പോലെ നമ്മൾ ഓരോരോ വീട്ടിലിരിക്കുമ്പോഴും, ഓരോരോ കാറ്റഗറിയിലിരിക്കുമ്പോഴും, ഓരോരോ ഡിസിപ്ലിനിലിരിക്കുമ്പോഴും നമ്മൾ അതിൻ്റെ വെളിയിലും കൂടെ ആണെന്നുള്ള ഒരവസ്ഥ. അപ്പോൾ ഒരു പബ്ലിഷർ എന്നുള്ള നിലക്ക് പറയുമ്പോൾ ഒന്ന് ഇവിടെ പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട്. ഒരു എക്കോണമിയും ഉണ്ട്, ഒരു ഫ്രണ്ട്ഷിപ്പും ഉണ്ട്. എക്കോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പുസ്തകം ഇതൊരു കൊടുക്കൽ വാങ്ങലും കൂടെയാണ്. പുസ്തകം വാങ്ങി വായിക്കുക എന്നുള്ളത് അർത്ഥത്തിലല്ല. ഇവിടെയുള്ള പല ആളുകൾക്കും പല സ്കോളേഴ്സിനെ കുറിച്ചിട്ട് എഴുതാനുണ്ടാവും. കേവലം ഒരു കൊടുക്കൽ വാങ്ങലിനപ്പുറത്തേക്ക് ഉള്ള ആശയങ്ങളുടെ ഒരു ഗിവ് ആൻഡ് ടേക്ക് കൂടെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനപ്പുറം ഇതൊരു ഫ്രണ്ട്ഷിപ്പ് കൂടെയാണ്. ഒരു സ്കോളർ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പലതരത്തിലുള്ള ആശയങ്ങൾ ഇതുപോലുള്ളൊരു വിനിമയവും ഒരു കൂടിച്ചേരലും സാധ്യമാക്കി എന്നുള്ളിടത്താണ് ഒരു പബ്ലിഷർ എന്നുള്ള നിലക്ക് നമുക്ക് വളരെ സന്തോഷം നൽകുന്നൊരു കാര്യം. ഇനിയും ഇതുപോലുള്ള ഒരു ഗ്യാതറിങ്സ് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. നിങ്ങളെല്ലാവരും അതിൽ പങ്കെടുക്കണം, പുസ്തകം വായിക്കണം, പുസ്തകം എഴുതണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നന്ദി പറയാൻ വേണ്ടിയിട്ട് റസി തലയെടുത്തു. Hello, I'm Razina, Managing Director of Other Books. I thought I should introduce you first. So a quick note of thank you to Riaz and Anwar Hanifa, Shamir for moderating, and Jalal for welcoming, and a special thank you to all of you for being here and engaging, and the interaction was very helpful. So thank you everyone, and you can leave after a tea and snacks there. So thank you.